ന്റെ മഹോന്നതമായ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ. നേരത്തെ ഡെന്നിസ് അവറിനെ ഓർപ്പിച്ച പോലെ കഴിഞ്ഞ ആഴ്ച ഒരു ഒരു ഡിസഡ്വാൻറ്റേജിയസ് സിറ്റുവേഷൻ ആയിരുന്നു. ഒന്നാമതായിട്ട് അധികം നെറ്റുള്ള സ്ഥലത്തായിരുന്നില്ല ഞാൻ. രണ്ടാമതായിട്ട് എനിക്ക് തൊണ്ടയ്ക്ക് നല്ല സ്ട്രെസ് ഉണ്ടായിരുന്നു. മൂന്നാമതായിട്ട് കുറേ ക്ലാസ്സുകളൊക്കെ എടുത്ത് അങ്ങനെ അതിൻ്റേതായ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ വീണ്ടും ദൈവകൃപയാൽ നിങ്ങളെയെല്ലാം സന്ധിക്കുവാനും നമുക്ക് ഒരുമിച്ച് തിരുവചനത്തിൻ്റെ മുന്നിൽ ഇരിപ്പാനും ഇടയാക്കുന്നതിനായിട്ട് സ്തോത്രം. നമ്മൾ ഈ ദിവസങ്ങളിൽ തിരുവചനത്തിൻ്റെ ആധികാരികതയും വിശ്വസ്യതയും, ഒതൻറ്റിസിറ്റി ആൻഡ് റിലയബിലിറ്റി. ഒതൻറ്റിസിറ്റി നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചതാണ്. ഒറിജിനൽ പോലെ തന്നെയാണോ ഇന്ന് എൻ്റെ കയ്യിലുള്ള ഗ്രന്ഥം? അങ്ങനെയാണെങ്കിൽ അത് ഒതൻറ്റിക്കാണ്. ഒരപ്പന് മക്കൾക്ക് വേണ്ടി വില്ല് എഴുതി വെച്ചു. ആ വില്ലിൽ ആരെങ്കിലും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ തിരുത്തലൊക്കെ വരുത്തി വളരെ വ്യത്യസ്തമായ ഒരു രേഖയാണ് അപ്പൻ്റെ മരണശേഷം ലഭിക്കുന്നതെങ്കിൽ അത് ഒതൻറ്റിക് അല്ല, എഴുതിയ പോലല്ല. അപ്പോൾ അതിനൊരു വിലയുമില്ല. മാത്രമല്ല അതിലൊരുപാട് വ്യത്യാസങ്ങൾ വരുത്തിയിരിക്കുന്നു. അപ്പൻ്റെ ഹിതമല്ല അതിനകത്ത് വരുന്നത്. എന്ന് പറഞ്ഞ പോലെ ദൈവം വചനം നൽകി, അത് പിന്നീട് തലമുറ കൈമാറി പല കോപ്പികളായിട്ടാണ്, പല തലമുറകൾ കഴിഞ്ഞാണ് അനേക പ്രാവശ്യം കോപ്പി എടുത്തതിൻ്റെ കോപ്പിയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ശരിക്കും ഒത്തൻറ്റിക്കായിട്ട്, അതായത് ദൈവം കൊടുത്തതുപോലെ തന്നെയോ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ എൻ്റെ കയ്യിൽ എന്നിരിക്കുന്ന ഈ തുകൽ ബൈൻഡിട്ട കറുത്ത പുസ്തകം ശരിക്കും ദൈവം അന്ന് കൊടുത്ത അതേ പുസ്തകം തന്നെയാണ് എന്ന് വിശ്വസിക്കത്തക്ക വിധത്തിലുള്ള ബൈബിളികവും യുക്തിസഹവുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അപ്പന് വില്ലെഴുതി, അല്ലെങ്കിൽ തൻ്റെ ഒരു ഭാവിയിൽ മക്കൾക്ക് എങ്ങനെ കൊടുക്കണമെന്നൊക്കെ എഴുതി, ഒരു മകൻ ഒന്നും വെച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. ആ മകനെ സംബന്ധിച്ച് ആ വില്ലിൽ ഒരു റിലയബിലിറ്റിയും ഇല്ല, ഒന്നും ലഭിക്കാനില്ല, ഒരു പ്രയോജനവുമില്ല. അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഭ്രാന്തന് ഒരു ഗ്രന്ഥം എഴുതിയെന്ന് വിചാരിക്കുക, പരസ്പര വിരുദ്ധമായത്. അത് വളരെ കൃത്യമായിട്ട് 500 തലമുറ കഴിഞ്ഞ് ലഭിച്ചാലും അത് ഭ്രാന്തൻ എഴുതിയ കോപ്പി തന്നെയാണ്. അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. എന്നാൽ നമ്മളുടെ കയ്യിലുള്ള ബൈബിൾ അങ്ങനെയല്ല. നമ്മുടെ രക്ഷയെ സംബന്ധിച്ചും നമ്മുടെ വീണ്ടെടുപ്പിനെ സംബന്ധിച്ചും കർത്താവ് വരുന്നതിനെ സംബന്ധിച്ചും സ്വർഗത്തിൽ നമ്മൾ കർത്താവിനോടുകൂടെ ആയിരിക്കുമ്പോൾ അനുഭവിക്കാൻ പോകുന്ന ആ ആത്യന്തിക സന്തോഷത്തെക്കുറിച്ചും ആനന്ദത്തെക്കുറിച്ചും ഒക്കെ പറയുന്ന ബൈബിള്, ദൈവികമായ ഗ്രന്ഥം, അത് നമുക്ക് ഏവർക്കും ഏറ്റവും പ്രയോജനകരമാണ്, റിലയബിളാണ്, ആശ്രയിക്കത്തക്കതാണ്. അത് ആശ്രയിക്കുന്നവർക്കെല്ലാം അനുഗ്രഹം പ്രദാനം ചെയ്യുന്നതാണ്. അപ്പം അതുകൊണ്ട് അതിശ്രേഷ്ഠമായ, ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള, ഏറ്റവും ഒത്തൻറ്റിക്കായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ബൈബിള് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം സ്ലൈഡ്സ് അധികം നന്നായിട്ട് മൂവ് ചെയ്തില്ല എന്ന് പറഞ്ഞായിരുന്നു. ഇന്നതുകൊണ്ട് കുറച്ച് പഴയ സ്ലൈഡ്സിൽ തുടങ്ങാം. അപ്പം നമുക്ക് അതൊന്നുകൂടെ ഒന്ന് ഓർക്കാനായിട്ട് പറ്റും. വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാം. വചനത്തിൻ്റെ റിലയബിലിറ്റി, ഒതൻറ്റിസിറ്റിയും റിലയബിലിറ്റി എങ്ങനെ സ്ഥാപിച്ചെടുക്കാൻ കഴിയും? അതിന് കയ്യെഴുത്ത് പ്രതികൾ അല്ലെങ്കിൽ മാനുസ്ക്രിപ്റ്റ്സ് വലിയൊരു സഹായമാണ്. അതുപോലെ ആർക്കിയോളജി, ഭൂഗർഭശാസ്ത്രം അനേക തെളിവുകൾ ഇങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കുന്നു. പ്രവചന നിവർത്തി മറ്റൊരു മേഖലയാണ്. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ ഇങ്ങനെ അക്ഷരീയമായിട്ട് നടക്കണമെങ്കിൽ ഇത് ദൈവികമായാലേ മതിയാകും. ഇറ്റ് കനോട്ട് ബി അതർവൈസ്. ഇത് ഡിവൈൻ ആയാലേ പറ്റത്തുള്ളൂ. അവസാനമായിട്ട് ഇതിനകത്തെ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള കാര്യങ്ങളുടെ വിശ്വാസ്യത അതിശ്രേഷ്ഠമാണ്. അതും ഈ പുസ്തകത്തിൻ്റെ റിലയബിലിറ്റിയെയും ഒതൻറ്റിസിറ്റിയെയും കാണിക്കുന്നു. ഇതിനകത്ത് നമുക്ക് സ്ഥിതിവിവര ശാസ്ത്രം വഴി പല കാര്യങ്ങളും വിശകലനം ചെയ്യാനായിട്ട് സാധിക്കും. അതൊക്കെ കാണിക്കുന്നത് ഈ പുസ്തകം ദൈവികമാണ് എന്ന് തന്നെയാണ്. ഈ മാനുസ്ക്രിപ്റ്റ്സിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ കയ്യെഴുത്ത് പ്രതി നമ്മൾ ആദ്യം ഓർത്തതാണ്. പ്രിന്റിങ് വഴി ഉണ്ടാകാത്ത, കൈകൊണ്ട് പേന കൊണ്ട് എഴുതിയതോ അല്ലെങ്കിൽ താൽക്കാലികമായ കോപ്പിയിങ് സംവിധാനം വഴി പകർത്തി എഴുതപ്പെട്ടതോ ആയ അങ്ങനെയുള്ള
പ്രതികളെയൊക്കെ നമ്മൾ കയ്യെഴുത്ത് പ്രതികൾ എന്നാണ് വിളിക്കുന്നത്. അതിന് 3 തരം ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന് ബിബ്ലിയോഗ്രഫിക്കൽ ടെസ്റ്റ്, 2 എക്സ്റ്റേണൽ എവിഡൻസ് ടെസ്റ്റ്, 3 ഇന്റേണൽ എവിഡൻസ് ടെസ്റ്റ്. ബിബ്ലിയോഗ്രഫിക്കൽ ടെസ്റ്റ് എന്താണെന്ന് ഏകദേശം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതുവരെ ചരിത്രത്തിൽ ലഭിച്ചിട്ടുള്ള സകല കയ്യെഴുത്ത് പ്രതികളെയും ലിസ്റ്റ് ചെയ്യുക, അതിനൊക്കെ ഒരു പ്രത്യേക പേരും കോഡും ഒക്കെ കൊടുത്ത് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ആ ഗ്രന്ഥസൂചികയെ, ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞാൽ ഗ്രന്ഥസൂചിക എന്നാണ്, ഇവിടെ ബൈബിളിൻ്റെ മാനുസ്ക്രിപ്റ്റ്സ് ആണ് ആ ഗ്രന്ഥസൂചിക. അതിനെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ ഇത് അതുല്യമായ ഒരു ഗ്രന്ഥമാണ്. അത് ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ദൈവം തന്നെ സംരക്ഷിച്ച് നമ്മളുടെ അടുക്കൽ എത്തിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് എന്ന് നമുക്ക് വളരെ വിശ്വസനീയമായിട്ട് തീരുമാനിക്കാനായിട്ട് കഴിയും. ബിബ്ലിയോഗ്രഫിക്കൽ ടെസ്റ്റിലേക്ക് വരുമ്പോൾ അതിലും 3 ടെസ്റ്റുകളുണ്ട്. ഒന്നാമത്തേത് നമ്പർ ഓഫ് കോപ്പീസ്. ഒരു ഗ്രന്ഥത്തിൻ്റെ എത്ര കോപ്പികൾ കിട്ടിയിരിക്കുന്നു എന്നുള്ളതനുസരിച്ച് അതിൻ്റെ വിശ്വാസ്യത വർദ്ധിക്കും, ഭയങ്കരമായിട്ട് വിശ്വാസ്യത വർദ്ധിക്കും. അതിൻ്റെ കാരണം, ഒന്ന്, ഇത് എഴുതപ്പെട്ട കാലത്ത് തന്നെ ഇതിനെ ഒരു ദിവ്യ ഗ്രന്ഥമായിട്ട് അന്ന് ലഭിച്ചിരുന്നവർ പരിഗണിച്ചു. അവർക്ക് അങ്ങനെ പരിഗണിക്കാനായിട്ടുള്ള ന്യായമായ സകല തെളിവുകളും ഉണ്ടായിരുന്നു. ഇപ്പം ബൈബിളിനെ സംബന്ധിച്ചാണെങ്കിൽ യൂത്തിക്കോസിനെയും അല്ലെങ്കിൽ തബീതയൊക്കെ ഉയർപ്പിച്ച അപ്പോസ്തലൻ എഴുതിയതാണ്. യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന അപ്പോസ്തലൻ എഴുതിയതാണ്. അല്ലെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്ത അപ്പോസ്തലൻ എഴുതിയതാണ്. അദ്ദേഹം എഴുതിയ ഈ വചനം അദ്ദേഹത്തിന് ദൈവിക വെളിപ്പാട് വഴി ലഭിച്ചതാണ് എന്ന് അന്നത്തെ ജനങ്ങൾക്ക് ഉറപ്പിക്കാമായിരുന്നു. കാരണം ഈ അപ്പോസ്തലന്മാരെയൊക്കെ അവർ നേരിട്ട് കണ്ടതാണ്, അവരെ നന്നായിട്ടറിയാം, അവരെഴുതിയത് ദൈവവചനമാണെന്നുള്ള ഉറപ്പ് അന്നത്തെ ജനങ്ങൾക്കുണ്ടായിരുന്നു. അത് ഈ സൂപ്പർ നാച്ചുറലായിട്ടുള്ള അഭൗമികമായിട്ടുള്ള കാര്യങ്ങൾ വഴി, അത്ഭുതങ്ങൾ വഴിയാണ് ദൈവം ആ ഉറപ്പ് ആ ജനത്തിന് കൊടുത്തത്. നമ്മൾ അത് ചിന്തിച്ചപ്പോൾ അന്ന് ഓർത്തതാണ്, പഴയ നിയമത്തിൻ്റെ കാര്യത്തിൽ മോശയോട് ദൈവം മുൾപ്പടർപ്പിൽ വെച്ച് ഇടപെട്ടു. അത് ദൈവമാണെന്ന് മോശയ്ക്ക് കൃത്യമായിട്ട് കൺഫേം ചെയ്യാൻ പറ്റി. അത് ആ സൂപ്പർ നാച്ചുറൽ ഇവൻറ്റ് വഴി, അഭൗമികമായിട്ടുള്ള ആ സംഭവം വഴിയാണ് ആ കൺഫർമേഷൻ നടന്നത്. അതുപോലെ തന്നെ സീനായി മലയിൽ വെച്ച് 10 കൽപ്പനകൾ കൊടുക്കുമ്പോൾ മല നിന്ന് കത്തുക, ജനം 30 ലക്ഷത്തോളം ജനം ചുറ്റും നിന്നിത് കണ്ടുകൊണ്ടിരിക്കുക, അവർ ഭയപ്പെടുക, അവർ വിറച്ചുകൊണ്ട് മോശയുടെ അടുത്തേക്ക് വന്ന് പറയുക, ഇനി ദൈവം നേരിട്ട് ഞങ്ങളോട് സംസാരിക്കരുതേ, ഞങ്ങളോട് നേരിട്ട് സംസാരിക്കണ്ട, മോശ ഇടയിൽ നിന്നിട്ട് ഞങ്ങളോട് വന്ന് സംസാരിച്ചാൽ മതി എന്ന് അന്ന് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പം വളരെ അത്ഭുതകരമായ രീതിയിൽ സൂപ്പർ നാച്ചുറലായിട്ട് പ്രൂവ് ചെയ്ത് കൊടുത്തു ഇത് ദൈവവചനമാണ്. അപ്പം ഇന്ന് നമുക്കതെങ്ങനെ അറിയാമെന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഈ മലകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, കത്തിക്കരിഞ്ഞ മുകൾ ഭാഗമുള്ള മലകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതുതന്നെ സീനായി പർവ്വതം ആയിരിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇന്ന് പോലും അത് കൺഫേം ചെയ്യാൻ കഴിയത്തക്ക വിധത്തിൽ അന്നത്തെ അത്ഭുതങ്ങൾ ഇന്നും ഈ വചനത്തിൻ്റെ ആധികാരികതയും വിശ്വസ്തതയും തെളിയിച്ചുകൊണ്ടിരിക്കുക. രണ്ടാമതായിട്ട്, ഇത് അന്നത്തെ ആളുകൾ അംഗീകരിച്ചിരുന്നു, അതുകൊണ്ടാണ് അവർ പണം ചെലവാക്കി ഇത് കോപ്പി എടുത്തെന്നുള്ളതിന് പുറമേ, രണ്ടാമതായിട്ട് ഇങ്ങനെ അനേക കോപ്പികൾ പലയിടത്തായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടതുപോലെ, ഈ അപ്പൂപ്പൻ താടി പാലവൃക്ഷത്തിൻ്റെ വിത്താണല്ലോ, അത് പൊട്ടിക്കഴിയുമ്പോൾ കാറ്റടിച്ച് അതിനെ ഭയങ്കരമായിട്ട് വിതരണം ചെയ്യും എന്ന് പറഞ്ഞ പോലെ ഇവിടെ ജനങ്ങളുടെ ഈ പുസ്തകത്തോടുള്ള അഭിനിവേശവും ആവേശവും കാരണം ആയിരക്കണക്കിന് ആളുകൾ വളരെ ചെലവുള്ള പ്രക്രിയയായിട്ടും കോപ്പികൾ എടുത്ത് അവിടെ ഇവിടെയൊക്കെ സൂക്ഷിക്കുന്നു എങ്കിൽ ഈ ഗ്രന്ഥം ഇനിമേൽ തിരുത്താൻ കഴിയുകയില്ല. 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലും ഒക്കെ എഴുതപ്പെട്ട ഈ കയ്യെഴുത്ത് പ്രതികൾ ഇനിയും തിരുത്താൻ കഴിയാതെ വണ്ണം ഈ ഗ്രന്ഥത്തെ ലോക്ക് ചെയ്തിരിക്കുക. അക്കാര്യത്തിൽ ഈ ഗ്രന്ഥം ബൈബിള് അതുല്യമാണ്. നമ്മൾ അനേക ഗ്രന്ഥങ്ങളുടെ കയ്യെഴുത്ത് പ്രതികളുടെ എണ്ണമൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്ലിനിയെ പോലുള്ളവരുടെയൊക്കെ ഗ്രന്ഥത്തിൻ്റെ കോപ്പികൾ 9 കോപ്പിയൊക്കെ 1000 വർഷത്തിന് ശേഷം എഴുതിയ 9 കോപ്പികളൊക്കെ ലഭിച്ചപ്പോൾ ബൈബിളിനെ സംബന്ധിച്ച് 26,000 കയ്യെഴുത്ത് പ്രതികൾ ലഭ്യമാണ്. അപ്പം വളരെ കൃത്യമായിട്ട് ഇത് അന്ന് ധാരാളമായിട്ട് വിതരണം ചെയ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഇത് ആർക്കും തിരുത്താൻ കഴിയുമായിരുന്നില്ല. ആദ്യ നൂറ്റാണ്ടുകളിലും തിരുത്താൻ കഴിയുമായിരുന്നില്ല. കാരണം ഇതൊക്കെ കണ്ട അറിഞ്ഞ നേരിട്ടുള്ള ദൃക്സാക്ഷികൾ ജീവിച്ചിരിക്കുന്ന കാലത്താണ് ആ
കാലമാണ് ആ ആദ്യ നൂറ്റാണ്ടുകൾ. അന്നും തിരുത്താൻ കഴിയത്തില്ല, ഇന്നും തിരുത്താൻ കഴിയത്തില്ല, മനുഷ്യൻ എത്ര വിചാരിച്ചാലും കഴിയില്ല എന്നുള്ള മട്ടിൽ ഇതിൻ്റെ അതുല്യത ദൈവം സംരക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. കല്ലില്, മണ്ണിൻ്റെ പാളികളില് ഇത് സംരക്ഷിച്ച് നമുക്കായിട്ട് സൂക്ഷിച്ചിരിക്കുക. പലപ്പോഴും പല സഭകളും പറയും ബൈബിൾ ഉണ്ടാക്കിയത് അവരാണ്, അവരുടെ കൗൺസിലുകളാണെന്ന് പറയും. ഈ കൗൺസിലുകളെ കുറിച്ച് ഇവരൊക്കെ സ്വപ്നം കാണുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ കയ്യെഴുത്ത് പ്രതികളായിട്ട് ഒറിജിനൽ പോലെയുള്ള അതേ കയ്യെഴുത്ത് പ്രതികൾ കല്ലുകളിലും പാറകളിലും മണ്ണിൻ്റെ പാളികളിലും ഒക്കെ ദൈവം സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിന്നും വീണ്ടും വീണ്ടും കോപ്പികൾ പരിവേഷണത്തിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് തിരുത്തപ്പെടാൻ കഴിയാത്ത ഒരു ഗ്രന്ഥമായിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ദൈവിക സംരക്ഷണമാണ്. ആ ദൈവിക സംരക്ഷണം ലഭിച്ചിരിക്കുന്നത് ഇതിൻ്റെ അനേക കോപ്പികൾ വിതരണം ചെയ്യപ്പെട്ടു, എഴുതി കോപ്പി എടുക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഈ നമ്പർ ഓഫ് കോപ്പീസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ബൈബിളിൻ്റെ ആധികാരികതയും വിശ്വാസ്യതയും തീരുമാനിക്കുന്നത്. അതുപോലെ ഈ കിട്ടിയ കയ്യെഴുത്ത് പ്രതികളുടെ അത് എഴുതിയ സമയവും ഒറിജിനലിൻ്റെ സമയവും തമ്മിലുള്ള വിടവ്, ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ഒറിജിനൽ ആൻഡ് കോപ്പീസ്, അതും വളരെ പ്രധാനമാണ്. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കയ്യെഴുത്ത് പ്രതി കിട്ടിയിരിക്കുന്നത് ജോൺ ബ്രെയിലൻ കോപ്പി എന്ന് പറയുന്നത് 117 AD തൊട്ട് 137 AD വരെയുള്ള കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന കോപ്പികളാണ്. ഇതിൻ്റെ കാലം നിർണ്ണയിക്കാനായിട്ടൊക്കെ പല ടെക്നിക്കുകളുണ്ട്, കാർബൺ ഡേറ്റിംഗ് പോലുള്ള ടെക്നിക്കുകളുണ്ട്. ആ ടെക്നിക്കുകളിലൊക്കെ ചില കുഴപ്പങ്ങളുണ്ട്. എന്നാൽ ലാംഗ്വേജ് അനാലിസിസ്, അതിലെ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ ഒക്കെ വിശകലനം ചെയ്ത് ഓരോ ഗ്രന്ഥവും ഏത് കാലത്താണ് എഴുതപ്പെട്ടതെന്ന് തീരുമാനിക്കാനുള്ള ടെക്നോളജിയൊക്കെ വാസ്തവത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കയ്യെഴുത്ത് പ്രതികളൊക്കെ 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലും ഒക്കെ രേഖപ്പെടുത്തിയതാണ് എന്നറിയാൻ സാധിക്കുന്നുണ്ട്. എന്താ സമയം വിടവ് കുറഞ്ഞാലുള്ള ഗുണം? ഒരു ഗ്രന്ഥത്തിൻ്റെ കോപ്പിയും ഒറിജിനലും വിടവ് എത്ര കണ്ട് വർദ്ധിക്കുന്നു, അത്ര കണ്ട് തലമുറ കോപ്പികൾ അതിനകത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അനേക പ്രാവശ്യം കോപ്പി ചെയ്താകാൻ സാധ്യതയുണ്ട്. അങ്ങനെ കോപ്പി ചെയ്യുമ്പോൾ വരുന്ന ന്യായമായ ചില തെറ്റുകൾ അതിൽ കടന്നുകൂടാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമതായിട്ട് അതിൽ സങ്കല്പങ്ങളും മനസ്സിൽ ഉയർന്നു വരുന്ന ചില സങ്കല്പങ്ങളും ഒക്കെ കലരാനുള്ള സാധ്യതയുണ്ട്. മിത്ത് അല്ലെങ്കിൽ കെട്ടുകഥകൾ കലരാനുള്ള സാധ്യതയുണ്ട്. ഒരു ഗ്രന്ഥത്തിൻ്റെ കോപ്പി ആ ഗ്രന്ഥം വായിച്ചിട്ടുള്ള തലമുറ ജീവിച്ചിരിക്കുന്ന കാലത്ത് എടുത്താൽ അതിനകത്തൊന്നും ചേർക്കാൻ പറ്റത്തില്ല. അതേസമയത്ത് 10 തലമുറകളോ 20 തലമുറകളോ കഴിഞ്ഞാൽ അതിനകത്ത് ധാരാളമായിട്ട് കറപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ മിത്ത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഭാവനയനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ ചേർക്കാനായിട്ട് സാധിക്കും. ഇന്നും മഹാത്മാഗാന്ധിയുടെ അനേക ഗ്രന്ഥങ്ങളൊക്കെ ലഭ്യമാണ്. ഈ ഗ്രന്ഥങ്ങളിൽ ആർക്കും ഒരു ചേഞ്ച് വരുത്താൻ സാധിക്കത്തില്ല. കാരണം ഈ തലമുറയ്ക്ക് പോലും 69-ൽ 48-ൽ മരിച്ച 1948-ൽ 100 വർഷം മുമ്പ് മരിച്ച, ഏകദേശം അല്ലെ 80 വർഷം മുമ്പ് മരിച്ച ഗാന്ധിജി എന്തൊക്കെയാണ് എഴുതിയിരുന്നെന്ന് ഇന്നും നമുക്ക് ധാരണയുണ്ട്, തിരുത്താൻ പറ്റത്തില്ല. അപ്പം ടൈം ഗ്യാപ്പ്, ഒറിജിനലും കോപ്പികളും തമ്മിലുള്ള ടൈം ഗ്യാപ്പ് വളരെ വളരെ പ്രധാനമാണ്. ലോകത്ത് മൂലഭാഷയോട് ഏറ്റവും അടുത്ത് കോപ്പി ചെയ്യപ്പെട്ട ഗ്രന്ഥം, അതും ഇത്രയധികം കോപ്പികൾ എഴുതപ്പെട്ട ഗ്രന്ഥം ശരിക്കും ബൈബിളാണ്. ഒരു ഹിസ്റ്റോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ചരിത്ര ഗവേഷകനെ സംബന്ധിച്ചിടത്തോളം ഈ ബൈബിള്, ഇന്ന് നമ്മുടെ കയ്യിലുള്ള ബൈബിള് ശരിക്കും യഥാർത്ഥമായിട്ട് എഴുതപ്പെട്ടതുപോലെ തന്നെയാണ് എന്ന് തീരുമാനിക്കത്തക്ക വിധത്തിലുള്ള സകല തെളിവുകളും ലഭ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ബൈബിള് നമുക്ക് വളരെ വിശ്വാസ്യമായിട്ട് എടുക്കുകയും അതിൽ ആശ്രയിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ കണ്ടത് ഡിഗ്രി ഓഫ് ആക്യുറസിയാണ്. ഈ കോപ്പികളുടെ ആക്യുറസി ഇതെത്ര ശരിയാണ്, അതിന് 2 മാർഗങ്ങൾ ഉപയോഗിക്കാം. ഒന്ന്, ഇവ തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കാം. അനേക സ്ഥലങ്ങളിൽ വ്യത്യസ്തരായിട്ടുള്ള ശാസ്ത്രിമാർ പലയിടത്തിരുന്ന് പല സമയങ്ങളിൽ രേഖപ്പെടുത്തിയ ഈ കയ്യെഴുത്ത് പ്രതികളെല്ലാം തമ്മിൽ സാമ്യമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവ തിരുത്തപ്പെട്ടിട്ടില്ല, അത് ഒറിജിനലാണ്, ഒറിജിനലിനോട് സാമ്യമുണ്ട് എന്നാണ്. ഒരാൾ ഒരു നെഗറ്റീവ് എടുത്തു, ഫോട്ടോയുടെ നെഗറ്റീവ് എടുത്തു, എന്നിട്ട് പലർക്ക് അത് കോപ്പി എടുക്കാൻ കൊടുത്തു. അങ്ങനെ
നൂറുകണക്കിന് സ്ക്വയർ കിലോമീറ്റർ വരുന്ന മേഖലകളിൽ പലയിടത്തു നിന്നും അതിൻ്റെ കോപ്പി കിട്ടുക. ആ കോപ്പികളെല്ലാം തമ്മിൽ സാമ്യമുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഒരേ നെഗറ്റീവിൽ നിന്നെടുത്ത പോസിറ്റീവാണ്, അല്ലെ ഫോട്ടോയാണ് എന്ന് തീരുമാനിക്കാനായിട്ട് സാധിക്കും. അതുപോലാണ് ഡിഗ്രി ഓഫ് ആക്യുറസി. ഈ കയ്യെഴുത്ത് പ്രതികളൊക്കെ വിവിധ സ്ഥലങ്ങളിൽ, വിവിധ കോണ്ടിനെൻസിൽ, ഭൂഖണ്ഡങ്ങളിൽ വിവിധ ആളുകൾ എഴുതിയ കയ്യെഴുത്ത് പ്രതികൾ ലഭ്യമാണ്. ഇവയെല്ലാം ഒരുപോലെ ഇരിക്കുന്നു എങ്കിൽ കൈകടത്തൽ നടന്നിട്ടില്ല എന്ന് അവ വിളിച്ചോതുകയാണ്. ഇനി രണ്ടാമത് ഡിഗ്രി ഓഫ് ആക്യുറസി അല്ലെങ്കിൽ ഇതിൻ്റെ കൃത്യതയുടെ അളവ് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ ലഭ്യമായ 26,000 കയ്യെഴുത്ത് പ്രതികളും ഇന്ന് നമ്മുടെ കയ്യിലുള്ള ബൈബിളും. പ്രധാനമായിട്ടും ഗ്രീക്ക് ബൈബിളാണ്. പക്ഷേ ഗ്രീക്ക് ബൈബിളും ഇംഗ്ലീഷ് ബൈബിളും മലയാളം ബൈബിളും ഒക്കെ എടുത്താലും വ്യത്യാസം വളരെ കുറവാണ്. അപ്പം ഏറ്റവും വിശ്വാസ്യമായ രീതിയിൽ നമ്മളുടെ ഒക്കെ കയ്യിലുള്ള ബൈബിള് ലഭ്യമാണ്. അത് ആക്യുറേറ്റ് ആണെന്ന് കാണിക്കുക. പല സ്ഥലങ്ങളിൽ ഇരുന്ന് പലരെഴുതിയ, പല സന്ദർഭങ്ങളിൽ പലർക്ക് വേണ്ടി കോപ്പി എഴുതിയ ഈ കോപ്പികളും 26,000 കോപ്പികളും ഇന്ന് എൻ്റെ കയ്യിലുള്ള ബൈബിളും ഒരുപോലെ ഇരിക്കുന്നു എങ്കിൽ യെസ്, ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന ബൈബിള് ഒത്തൻറ്റിക്കാണ്. അത് വളരെ അക്ഷരം പ്രതി എനിക്ക് അനുസരിക്കാൻ കഴിയുന്നതാണ് എന്ന് തെളിയിക്കുക. നമ്മുടെ കൃത്യതയുടെ നിലവാരം കഴിഞ്ഞ ആഴ്ച നോക്കിപ്പോയതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പോകത്തേ ഉള്ളൂ. 26,000-ഓളം കോപ്പികളുണ്ട്. അതുപോലെ നമ്മുടെ കയ്യിലുള്ള കോപ്പികളും പഴയ കയ്യെഴുത്ത് പ്രതികളും ഒരുപോലെയാണ്. ഇതെല്ലാം ഞാൻ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തു പോയതാണ്. എന്നാൽ ഒരു 2% വ്യത്യാസം ഈ കയ്യെഴുത്ത് പ്രതികൾ തമ്മിലും ഇന്നത്തെ കോപ്പികളും തമ്മിലും കാണാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള വ്യത്യാസങ്ങളെന്നൊക്കെ പറയുന്നത് അതുപോലെ ഒരക്ഷരത്തിൻ്റെ ഓർഡർ തെറ്റിപ്പോയത്, ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ്. അത് ഒരു വിധത്തിലും ബൈബിളിൻ്റെ ആധികാരികതയെ ബാധിക്കുന്നേയില്ല. ബൈബിളിൽ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൃത്യമായി മനസ്സിലാകത്തക്ക വിധത്തിൽ ഇത് നമുക്ക് ലഭ്യമാണ്. പുരാതന ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പൊരുത്തക്കേടുകൾ കുറവുള്ള പുസ്തകമാണ് ബൈബിള്. ഇതേത് ഗൗരവകരമായിട്ട് ഹിസ്റ്ററിയെ ഫേസ് ചെയ്യുന്ന ഏതൊരു ചരിത്രകാരനും സമ്മതിക്കുന്ന കാര്യമാണ്. ഏറ്റവും പൊരുത്തക്കേടുകൾ കുറവുള്ള ഗ്രന്ഥമാണ്. മാത്രമല്ല ഈ പൊരുത്തക്കേടുകൾ നിസ്സാരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പോലൊക്കെയുള്ള ചെറിയ വാക്കുകൾ, ഓർഡറുകൾ മാറിയത് ഇങ്ങനെയുള്ള കാര്യം. മാത്രമല്ല ബൈബിളിൽ വിവരണങ്ങൾ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് പലപ്പോഴും നമ്മളായിരിക്കും നമുക്ക് എന്തിനാ ഈ ബുദ്ധിമുട്ടെല്ലാം കൂടെ വരുത്തുന്നത്, വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് എന്തിനാ? രാജാക്കന്മാർ ഈ പറഞ്ഞേക്കുന്നതിന് എന്തിനാ ദിനവൃത്താന്തത്തിൽ പറഞ്ഞേക്കുന്നത് എന്തിനാ? നെഹമ്യാവും എസ്രയും ഒക്കെ പറയുന്നത് ഇത് ഓരോന്നും ഇതിൻ്റെ ചരിത്രപരതയെ തെളിയിക്കാനുള്ള പ്രൂഫുകളാണ്, തെളിവുകളാണ്. അതിനുള്ള വലിയ വിലയേറിയ തെളിവുകളാണ്, സൂചകങ്ങളാണ്. ഈ സംഭവങ്ങളുടെ എല്ലാം സഹകരണപരമായ ആവിഷ്കാരം അതിലെ വിവരങ്ങളുടെ വിശ്വാസ്യതയെ ശക്തമാക്കും. ഇതിനെ രൂപകൽപ്പന ചെയ്യാത്ത പരസ്പര പൊരുത്തം എന്ന് പറയുന്നു. ഈ ആവർത്തനങ്ങളെല്ലാം കൂടെ നോക്കുമ്പോഴും ഇതെല്ലാം തമ്മിൽ ചേരുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു അക്ഷരത്തിൻ്റെ കറക്ഷൻ ഉണ്ടെങ്കിൽ അത് ആവർത്തിക്കപ്പെട്ടിടത്തു നിന്ന് നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല മറ്റൊരു വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ ഈ ആവർത്തിക്കപ്പെടുന്ന ഭാഗങ്ങൾ പരസ്പരമായിട്ട് പൊരുത്തപ്പെടുന്നത് ബൈബിളിൻ്റെ ആധികാരികതയുടെ വലിയ ഒരു തെളിവാണ്. അതായത് നമ്മൾ കോടതി പ്രോസസ്സിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. ഒരു കൊലപാതകത്തെക്കുറിച്ച് 5 സാക്ഷികളുണ്ടെങ്കിൽ ഈ 5 സാക്ഷികളും തമ്മിലുള്ള സാക്ഷ്യത്തിന് 100% പൊരുത്തം കാണത്തില്ല, വ്യത്യാസങ്ങൾ കാണും. കാരണം ഓരോരുത്തരും അവരവരുടെ വീക്ഷണകോണിൽ നിന്നും അവർ നോക്കിയ ആ വീക്ഷണകോണിൽ നിന്ന്, അതുപോലെ ഏത് സ്ഥലത്ത് നിന്ന് അത് കണ്ടതെന്നുള്ളതും ഇതൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും. പക്ഷേ ഒരു ജഡ്ജിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആയിരിക്കാൻ സാധ്യതയുള്ള ഈ 5 സാക്ഷ്യങ്ങളെയും പൊരുത്തപ്പെടുത്തി നോക്കുമ്പോൾ ഒരു പൂർണ്ണ ചരിത്രം അല്ലെങ്കിൽ പൂർണ്ണ സംഭവകഥ ഉരുത്തിരിയുന്നുണ്ടോ എന്ന് നോക്കുക. സാധാരണഗതിയിൽ ഇങ്ങനെ കോടതികളിലൊക്കെ പറയാറുണ്ട്, 2 പേരുടെ സാക്ഷി ഒരുപോലെയാണെങ്കിൽ അവരെ തത്തമ്മേ പൂച്ച എന്ന പോലെ പറഞ്ഞു പഠിപ്പിച്ചു കൊണ്ടുവന്ന് വക്കീലന്മാർ കൊണ്ടുവരുന്നത് കൊണ്ടാകാം 100% സാമ്യം എന്ന് പറയാറുണ്ട്. കാരണം മനുഷ്യൻ സാക്ഷ്യം പറയുമ്പോൾ വ്യത്യാസങ്ങൾ വരും, ആവർത്തനങ്ങളിൽ വ്യത്യാസം വരും. പക്ഷേ ഈ ആവർത്തിക്കപ്പെടുന്ന ഭാഗങ്ങൾ
ചേർത്ത് വെച്ചാൽ ഒരു സമ്പൂർണ്ണ സംഭവം കിട്ടുകയാണെങ്കിൽ നമുക്ക് അത് വളരെ ഒത്തൻറ്റിക്കായിട്ട് സ്വീകരിക്കാനായിട്ട് സാധിക്കും. എന്നാൽ എല്ലാ വിവരണങ്ങളും ചേർന്ന് ഒരു വൈരുദ്ധ്യവുമില്ലാതെ സംഭവത്തിൻ്റെ ഒരു സമഗ്ര ഇത് തരികയാണെങ്കിൽ അത് വളരെ നല്ല ഒരു കാര്യമാണ്. ബൈബിളിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ആവർത്തനങ്ങൾ പുതിയ നിയമത്തിലേക്ക് നോക്കുക, ഈ ആദ്യത്തെ 4 ഗ്രന്ഥങ്ങൾ തമ്മിൽ നമുക്ക് തോന്നും പൂർണ്ണമായ ആവർത്തനമാണ്. ഇത് എന്തിനാ ഇങ്ങനെ ഇത്രയും പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നതെന്നൊക്കെ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അത് തെളിവുകളുടെ അക്ഷയ ഖനിയാണ്. എന്ത് തെളിവാ? ഈ പുസ്തകം ആരും പ്ലാൻ ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് എഴുതിയതല്ല, പലയിടത്തിരുന്ന് എഴുതിയതാണ്. എന്നാൽ ഇവരെ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ദൈവിക നിയന്ത്രണം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ബൈബിൾ ഡിവൈനാണ്, ഇത് വിശ്വസിക്കത്തക്കതാണ്, ഇത് ഒതൻറ്റിക്ക് മാത്രമല്ല റിലയബിൾ ആണ് എന്ന് നമുക്ക് തെളിവ് തരുന്നതാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന ആ ചരിത്രം നമ്മൾ നോക്കി. ഇത് ഈ അത്ഭുതത്തിൻ്റെ ഒരു ഗുണം ഇത് 4 സുവിശേഷങ്ങളിലും വരുന്നുണ്ട്. അതൊരു ജിക്സോ പസിൽ പോലെ ഇങ്ങനെ ഇളകി കിടക്കുന്ന കഷ്ണങ്ങളാണ്. പക്ഷേ നമുക്ക് ഇതെടുത്ത് അടുക്കി ചേർത്ത് അവസാനം ഒരു കൊച്ചുകുട്ടി ഒരു കഥ പറയുന്നത് പോലെ ഒരിടത്തൊരിടത്ത് യേശു അപ്പച്ചൻ എന്നൊരാളുണ്ടായിരുന്നു. ആ അപ്പച്ചന് തൻ്റെ 12 ശിഷ്യന്മാരുമായിട്ട് ബേത്സയിദ എന്ന സ്ഥലത്തൂടെ പോയി. ബേത്സയിദയിൽ ചെന്നപ്പോഴത്തേക്ക് ഒരുപാട് പേര് വന്നുകൂടി. അന്ന് അവിടെ പെസഹയുടെ സമയമായിരുന്നു, അതുകൊണ്ട് മഴയൊക്കെ ലഭിച്ചുകൊണ്ട് പുല്ലൊക്കെ ഉണ്ടായിരുന്ന നല്ല ഒരു അന്തരീക്ഷമായിരുന്നു. അവർ കുറേ നേരമൊക്കെ ഇരുന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് അവർക്ക് വിശന്നു. കർത്താവപ്പച്ചന് അവരോട് ഭയങ്കര ദയവ് തോന്നി. അതുകൊണ്ട് അന്ന് നാട്ടുകാരനായ ഫിലിപ്പോസിനോട് പറഞ്ഞു ഇവർക്ക് അപ്പം മേടിച്ചു കൊണ്ടുവരാനായിട്ട്. ഫിലിപ്പോസ് പറഞ്ഞു അയ്യോ ഇത് എവിടുന്ന് കിട്ടാനാണെന്ന് പറഞ്ഞു. അപ്പോൾ അന്ത്രയോസ് പറഞ്ഞു ഒരു ബാലകൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അത് കൊണ്ടുവരാൻ പറഞ്ഞു. കർത്താവ് അവരെ നിലത്ത് പുൽപ്പുറത്തിരുത്താൻ പറഞ്ഞു. 50 100 ഇരുത്താൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞതുകൊണ്ട് എണ്ണം കണക്കിലെടുക്കാൻ അവർക്ക് വളരെ സൗകര്യമായിരുന്നു. ധാരാളം ഉണ്ടായിരുന്ന ഈ 5000-ഓളം പുരുഷന്മാർക്കും പിന്നെ കുട്ടികൾക്കും അമ്മമാർക്കും ഒക്കെ ആഹാരം കൊടുത്തു. പുരുഷന്മാരുടെ കൂടെ അമ്മമാരൊന്നും ഇരുന്ന് കാണുകയില്ല, കാരണം അവർ കുട്ടികളെ വല്ല പാറപ്പുറത്തും ഒക്കെ പോയിരുന്ന് ഭക്ഷണം കൊടുക്കുകയായിരുന്നിരിക്കാം എന്നൊക്കെ വളരെ യുക്തിസഹമായിട്ടൊരു സമ്പൂർണമായ കഥയാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് ശരിക്കും ഇത് രൂപകൽപ്പന ചെയ്യപ്പെടാത്ത പരസ്പര പൊരുത്തം, അല്ലെങ്കിൽ അൺഡിസൈൻഡ് കോയിൻസിഡൻസ്. അൺഡിസൈൻഡ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഡിസൈഡ് ചെയ്യാത്ത ഒരു വലിയ കോയിൻസിഡൻസ്, അല്ലെങ്കിൽ അതെല്ലാം തമ്മിലുള്ള ചേർച്ച ഈ വിശദീകരണങ്ങൾ തമ്മിൽ കാണുന്നുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ്, അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ അതിലേക്ക് പോകേണ്ടതായിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു പൂർണ്ണ സ്റ്റോറി ഇതിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. അതെല്ലാം കൂടെ ലിസ്റ്റ് ഔട്ട് ചെയ്തതാണിത്. മത്തായിയുടെ സുവിശേഷം 11:21 ദൈവം കർത്താവ് ബെത്സയിദയെ ശപിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ മുമ്പേ അവിടെ ഒരത്ഭുതവും ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്തുകൊണ്ട് ശപിച്ചു? അതറിയണമെങ്കിൽ നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് പോകണം. 9:10 ഈ മിറക്കിൾ നടന്നത് ബേത്സയിദയിലായിരുന്നു എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. മറ്റുള്ള സ്ഥലങ്ങൾ കണ്ടാൽ നമുക്കത്, മത്തായി ഒന്നും കണ്ടാൽ അത് മനസ്സിലാകത്തേയില്ല. അപ്പം ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് കഴിയുമ്പോൾ കഥ ഒന്നുകൂടെ പൂർത്തിയാകുക. അതുപോലെ തന്നെ മർക്കോസിന്റെ സുവിശേഷം 8:22 ഒരു അന്ധനെ സൗഖ്യമാക്കിയിട്ട് അവനോട് പട്ടണത്തിലേക്ക് പോകരുത് എന്ന് പറയുന്നുണ്ട്. അതും ബേത്സയിദയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതും ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച സംഭവം നടന്ന ബേത്സയിദക്കാര് കർത്താവിൽ വിശ്വസിക്കാഞ്ഞത് കൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാകും. മാത്രമല്ല ഈ ബേത്സയിദയിൽ വെച്ച് അപ്പം കണ്ടെത്താനായിട്ട് ഫിലിപ്പോസിനോട് പറയുന്നുണ്ട് യോഹന്നാൻ 1:44 6:5. അതെന്തുകൊണ്ടാണ്? അത് യോഹന്നാൻ 1:44 12:21 ഒക്കെ വായിക്കുമ്പോൾ ബേത്സയിദക്കാരനായിരുന്നു ഫിലിപ്പ്. അതുകൊണ്ടാ നാട്ടിലെ ചെക്കനോട് പറയുക നീ പോയി എവിടുന്നേലും അപ്പം കൊണ്ടുപോകണം, അല്ലെ പത്രോസിനോടോ യോഹന്നാനോടോ ഒക്കെ പറയേണ്ട കാര്യം, അല്ലെങ്കിൽ പണം കൈകാരുന്ന യൂദയോടെങ്കിലും പറയേണ്ടതായിരുന്നു. പക്ഷേ അത് പറയാതെ ഫിലിപ്പിനോട് പറയുക. മാത്രമല്ല ഈ ബേത്സയിദയിലാണ് ഈ മിറക്കിൾ നടന്നത് എന്നുള്ളത്, ഫിലിപ്പിന്റെ സ്ഥലത്ത് വെച്ചാണ് നടന്നതെന്നുള്ളത് നമ്മൾ ലൂക്കോസിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുപോലെ അവിടെ വലിയ ആൾക്കൂട്ടം വന്നു. എന്തുകൊണ്ട്? അത് നമ്മളത് മർക്കോസ് 6:31 വായിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം യോഹന്നാൻ 6:4 പറയുന്നുണ്ട്. പാസ് ഓവർ ആയിരുന്നു, പെസഹ പെരുന്നാളായിരുന്നു. അതുപോലെ
മർക്കോസ് 6:39 പച്ച പുൽപ്പുറത്തിരിക്കാനായിട്ട് പറഞ്ഞു. പക്ഷേ ബേത്സയിദ ഒരു മരുഭൂമിയാണ്. ഈ മരുഭൂമിയിൽ എവിടുന്നാ പച്ചപ്പുൽപ്പുറം വരുന്നത്? എങ്ങനെയാ വരാൻ സാധിക്കുന്നത്? ബേത്സയിദയിൽ എങ്ങനെ പുല്ല് വളർന്നു? പക്ഷേ യോഹന്നാൻ 6:10 പറയുന്നുണ്ട്, അത് പെസഹാക്കാലമായിരുന്നു. പെസഹാക്കാലം വസന്തകാലത്താണ് വരുന്നത്. അപ്പോഴാണ് അവിടെ മഴ പെയ്യുന്നത്. അതുകൊണ്ട് അവിടെ പുല്ലുണ്ടായിരുന്നത് ന്യായമാണ്. അതുപോലെ 5000 പുരുഷന്മാർ മാത്രം ഉണ്ടായിരുന്നു എന്ന് മത്തായി പറയുന്നുണ്ട്. അത് മത്തായി എങ്ങനെ അറിഞ്ഞു? ഓരോരുത്തരുടെയും തല തൊട്ട് എണ്ണിയായിരുന്നോ? ഇല്ല. 50ഉം 100ഉമായിട്ട് ലൈനിലിരിക്കാൻ പറഞ്ഞതുകൊണ്ട് ഏതെങ്കിലും ഒരു പാറപ്പുറത്ത് കയറി ഇന്നിങ്ങനെ തല വെച്ച് 1 2 3 4 5 എന്ന് എണ്ണിയാൽ അവർക്ക് കൃത്യമായിട്ട് 5000 എന്നുള്ള കണക്കെടുക്കാമായിരുന്നു. അത് മർക്കോസിന്റെ സുവിശേഷത്തിലും അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ചേർച്ചയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ യോഹന്നാനിലും ഇത് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഭാഗങ്ങളെല്ലാം കൂടെ താരതമ്യപ്പെടുത്തിയെടുത്താൽ ഇതിനകത്തെ വിവരണം, ബൈബിളിലെ വിവരണം 100% ശരിയാ. ഒരു പൂർണ്ണ കഥ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുട്ടിക്ക് പറയത്തക്ക വിധത്തില് യേശുവപ്പച്ചന് പണ്ട് ജീവിച്ചിരുന്നു, യേശുവപ്പച്ചൻ ഒരിക്കൽ ബേത്സയിദയിൽ എത്തിയപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് ഒരു സമ്പൂർണ്ണ സ്റ്റോറി, ഒരു കോർട്ട് ഓഫ് ലോയിലാണെങ്കിൽ സമ്പൂർണ്ണമായിട്ടും ഇത് അംഗീകരിക്കത്തക്ക വിധത്തിലുള്ള ഫുൾ സ്റ്റോറി കിട്ടും. ഇത് വളരെ പ്രധാനമായിട്ട് വചനത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള സത്യം അതിലടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് തരുന്നുണ്ട്. മാത്രമല്ല എഴുതിയവർ ദൃക്സാക്ഷികളാണെന്നും അവരെ നിയന്ത്രിച്ച ഒരു ദൈവിക നിയന്ത്രണം ഉണ്ടായിരുന്നു എന്നും നമുക്കിതിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കും. ബൈബിള് റിലയബിളാണ്. ആ മനോഹരമായ സമന്വയം ബൈബിളിൻ്റെ ദൈവികതയും ദൃക്സാക്ഷികൾ എഴുതിയെന്നും കാണിക്കുന്നു. ഓരോരുത്തരും നൽകുന്ന ഊന്നൽ അടിസ്ഥാനമാക്കി ദൃക്സാക്ഷി കഥകളിൽ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ദൃക്സാക്ഷി വിവരണങ്ങളിൽ വ്യത്യാസങ്ങൾ സ്വാഭാവികമായി. ഇതിനെ കൊട്ടിഘോഷിച്ചുകൊണ്ട് നിരീശ്വരന്മാരും അതുപോലെ മറ്റ് ചില സമുദായസ്ഥരും ഒക്കെ ഈ ബൈബിളിൽ കോൺട്രഡിക്ഷൻ ഉണ്ട്, പരസ്പര വിരുദ്ധതമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ബൈബിളിലുണ്ടെങ്കിൽ ബൈബിൾ ദൈവികമല്ലെന്ന് വരും. കാരണം ദൈവം 2 സമയത്ത് 2 കാര്യങ്ങൾ പറയത്തില്ല. സാധാരണ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നത് കള്ളം പറയുന്നവരാ. സത്യം പറയുന്നവർക്ക് പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യം പറയാനായിട്ട് പറ്റില്ല. 2 എത്ര എന്ന് ചോദിച്ചാൽ സത്യസന്ധനായ ഒരാൾക്ക് അല്ലെങ്കിൽ വിവരമുള്ള ഒരാൾക്ക് 4 പറയാൻ പറ്റത്തുള്ളൂ. തെറ്റ് പറയുന്ന ആളുകൾക്ക് 0 മുതൽ അല്ലെ 0ൻ്റെ താഴെയൊക്കെയുള്ള ഇൻഫിനിറ്റ് എണ്ണമില്ലാത്ത സംഖ്യ തെറ്റുത്തരങ്ങളുണ്ട്. അപ്പം ഈ സത്യസന്ധമായിട്ട് പറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ദൃക്സാക്ഷി വിവരണം കിട്ടുന്നത്. ഒരു കോടതി കേസിൽ വ്യത്യസ്ത സാക്ഷികളുടെ ഉദാഹരണമാണ് നമ്മൾ ചർച്ച ചെയ്തല്ലോ. നമുക്കിന്ന് എക്സ്റ്റേണൽ എവിഡൻസിലേക്ക് വരാം. ബാഹ്യ തെളിവ് പരിശോധന. അപ്പം നമ്മൾ ബിബ്ലിയോഗ്രഫി ടെസ്റ്റ്, ഗ്രന്ഥസൂചിക തയ്യാറാക്കി വെച്ചിട്ട് 3 പരീക്ഷണങ്ങൾ നടത്തണം. ഒന്ന് മാനുസ്ക്രിപ്റ്റ്സിൻ്റെ 3 പരീക്ഷണങ്ങൾ, എണ്ണം, വിടവ്, അതുപോലെ മൂന്നാമത്തേത് കൃത്യതയുടെ അളവ്. ഇനിയും അടുത്തത് എക്സ്റ്റേണൽ എവിഡൻസ് ആണ്. മാനുസ്ക്രിപ്റ്റ്സിൻ്റെ 3 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞു. എക്സ്റ്റേണൽ എവിഡൻസസിലേക്ക് വരിക, ബാഹ്യ തെളിവ് പരിശോധന. ആ സ്കീം ഞാൻ ഒന്നുകൂടെ കാണിക്കാം. അപ്പം നമുക്കൊന്നുകൂടെ മനസ്സിൽ നിൽക്കുമല്ലോ. മാപ്സ് എന്നുള്ള ചുരുക്കെഴുത്തിലാണ് ഇതിനുള്ള ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. മാനുസ്ക്രിപ്റ്റ്സ്, ആർക്കിയോളജി, പ്രോഫസി, സ്റ്റാറ്റിസ്റ്റിക്സ്. മാനുസ്ക്രിപ്റ്റ്സിൽ നമ്മൾ ബിബ്ലിയോഗ്രഫിക്കൽ കണ്ടു, എക്സ്റ്റേണൽ എവിഡൻസസ് കണ്ടു, പിന്നെ ഇൻറ്റേർണൽ എവിഡൻസ്. 3 തരമുണ്ട്. അതിൽ ബിബ്ലിയോഗ്രഫിക്കൽ ടെസ്റ്റ് നമ്മൾ പൂർത്തീകരിച്ചു. നമ്പർ ഓഫ് കോപ്പീസ്, ടൈം ഗ്യാപ്പ് ഓഫ് ഒറിജിനൽ ആൻഡ് കോപ്പീസ്, ഡിഗ്രി ഓഫ് ആക്യുറസി. ഇത് മാത്രം മതി ബൈബിള് ദൈവികമാണെന്നും ഒതൻറ്റിക് ആണെന്നും സംരക്ഷിക്കപ്പെട്ട ഗ്രന്ഥമാണ് എന്നും മനസ്സിലാക്കാൻ. എന്നാലും നമ്മൾ വളരെ ഹോസ്റ്റൈലായിട്ടുള്ള ഒരു ലോകത്താണല്ലോ ജീവിക്കുന്നത്. പല തെളിവുകൾ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പം നമുക്ക് എക്സ്റ്റേണൽ എവിഡൻസസിലേക്ക് പോകാം. ബൈബിൾ ബാഹ്യ തെളിവുകൾ. ബൈബിൾ ബാഹ്യ തെളിവുകൾ എന്ന് പറഞ്ഞാൽ ബൈബിളിലെ ഓതേഴ്സും യേശുക്രിസ്തുവും പറഞ്ഞതല്ലാത്ത കാര്യങ്ങൾ വേറെ ആരെങ്കിലും ഈ ഗ്രന്ഥത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതിൻ്റെ എഴുത്തുകാരല്ലാത്തവർ ഈ ഗ്രന്ഥത്തെക്കുറിച്ച് എന്തു പറയുന്നു? അതാണ് ബൈബിൾ ബാഹ്യ തെളിവുകൾ. അതായത് ബൈബിൾ എഴുതിയവർ തന്നെ ഇത് നല്ലതാണെന്ന് പറഞ്ഞാൽ അതിന് അത്രയും വിലയില്ലല്ലോ.
ബൈബിളിന് വെളിയിലുള്ളവർ, ബൈബിളിൻ്റെ എഴുത്തുകാരല്ലാത്തവർ പറഞ്ഞിട്ടുള്ള ഈ ബൈബിളിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതാണ് എക്സ്റ്റേണൽ എവിഡൻസസ്. ഒന്നാമത് ക്രിസ്ത്യൻ സോഴ്സസും രണ്ടാമത് നോൺ ക്രിസ്ത്യൻ സോഴ്സസും. ക്രിസ്ത്യൻ സോഴ്സസ് എന്ന് പറഞ്ഞാൽ സഭാപിതാക്കന്മാരൊക്കെയാണ്. 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലും ഒക്കെ ജീവിച്ചിരുന്ന അനേക സഭാപിതാക്കന്മാരുണ്ടായിരുന്നു. തെർത്തുല്യനും ഇങ്ങനെയൊക്കെയുള്ള അനേകര്. അവരുടെ അഭിപ്രായങ്ങളാണ് ക്രിസ്ത്യൻ സോഴ്സസ്. അവർ ക്രിസ്ത്യാനികളായിരുന്നു, അവർ വിശ്വാസികളായിരുന്നു. അവരിൽ ചിലർക്കൊക്കെ ചിലപ്പം ഉപദേശപരമായിട്ട് വ്യത്യാസമൊക്കെ കാണും, എന്നാലും പൊതുവെ അവർ ക്രിസ്തീയ എഴുത്തുകാരായിരുന്നു. എന്നാൽ നോൺ ക്രിസ്തീയ എഴുത്തുകാരും ക്രിസ്ത്യാനികളല്ലാത്ത എഴുത്തുകാരും ബൈബിളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വലിയ വിലയാണ്. അതിൻ്റെ കാരണം എതിർപക്ഷക്കാര് അനുകൂലമായ ഒരു സാക്ഷ്യം പറഞ്ഞാൽ അതിന് കോടതികളിൽ പോലും വലിയ വിലയാണ് കൊടുക്കുന്നത്. പ്രതി വാദികളുടെ വാദത്തെ അംഗീകരിച്ചുകൊണ്ട് കോടതിയിൽ സമ്മതം അറിയിച്ചാൽ പിന്നെ തെളിവുകൾ പോലും വേണ്ട, പ്രതി തന്നെ സമ്മതിച്ച സ്ഥിതിക്ക് അത് അംഗീകരിക്കപ്പെടുകയാണ്. അപ്പം നോൺ ക്രിസ്ത്യൻസ് സോഴ്സസ് അല്ലെങ്കിൽ ബൈബിൾ വിരുദ്ധതയുള്ളവര് ഈ ബൈബിളിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതാണ് ബാഹ്യ എഴുത്തുകാർ ഒഴികെയുള്ള സമകാലിക ക്രിസ്ത്യൻ അല്ലാത്ത എഴുത്തുകാരുടെ രചനകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ തെളിവുകളാണ് എക്സ്റ്റേണൽ എവിഡൻസസ്. വേദഗ്രന്ഥത്തിൻ്റെ മതേതര ക്രിസ്ത്യൻ അല്ലാത്ത എഴുത്തുകാരിൽ നിന്ന് തെളിവുകൾക്ക് കൂടുതൽ മൂല്യമുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ബൈബിളിനെ എതിർക്കുന്നവർ തരുന്ന തെളിവുകൾക്ക് വളരെ വളരെ വിലയുണ്ട്. മറ്റ് ചരിത്രപരമായ വസ്തുതകൾ പുതിയ നിയമത്തിൻ്റെ ആന്തരിക സാക്ഷ്യത്തെ നിരാകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നുണ്ടോ? ഇത് രണ്ടും പ്രധാനമാണ്. ബൈബിൾ ബാഹ്യ തെളിവുകൾ ബൈബിളിനെ സ്ഥിരീകരിക്കുകയാണെങ്കിൽ അതിന് വലിയ വിലയാണ്, നിരാകരിക്കുകയാണെങ്കിലും അതുപോലെ വിലയുണ്ട്. പക്ഷെ അത്ഭുതമെന്ന് പറയട്ടെ, ബൈബിളിനെ നിരാകരിക്കുന്ന ബാഹ്യ എവിഡൻസുകളൊന്നും തന്നെ ഇല്ല. അതേസമയത്ത് ബൈബിളിനെ സാധൂകരിക്കുന്ന അനേക തെളിവുകളുണ്ട്. നിരാകരിക്കുന്ന തെളിവുകളില്ലാത്ത എന്താ കാണിക്കുന്നത്? ആ കാലത്തുള്ളവര് ബൈബിൾ എഴുതിയവർ ശരിയാണ് എഴുതിയെന്ന് വിശ്വസിച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് തന്നെ നോക്കി, ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഒന്ന് തുമ്മിയാൽ മതി അല്ലേ? സോഷ്യൽ മീഡിയയിലൊക്കെ നൂറുകണക്കിന് വീഡിയോകൾ ഇറങ്ങും. അപ്പോൾ ആ കാലത്ത് ഇങ്ങനെയൊരു കാര്യം പറഞ്ഞപ്പോൾ 26,000 പേര് എടുത്തുവെച്ച കയ്യെഴുത്ത് പ്രതികൾ ലഭ്യമാണെങ്കിൽ 1,000 പേരെങ്കിലും ഇത് ശരിയല്ല എന്ന് പറയേണ്ടതായിരുന്നു. പക്ഷേ അങ്ങനെ പറഞ്ഞവരെ കാണുന്നില്ല. ഈ ടെസ്റ്റ് ചോദിക്കുന്നത് വിശകലനം ചെയ്യപ്പെടുന്ന രേഖകൾ കൂടാതെ അതിൻ്റെ കൃത്യത, വിശ്വാസ്യത, ആധികാരികത എന്നിവയെ സാധൂകരിക്കുന്ന മറ്റുറവിടങ്ങൾ എന്തൊക്കെയാണ്, മറ്റു തെളിവുകൾ എന്തൊക്കെയാണ് ഉണ്ടോ? നമുക്ക് ആദ്യം ബിബ്ലിക്കൽ സോഴ്സസിലേക്ക് വരാം. ജസ്റ്റിൻ മാർട്ടിയർ, ഐറേനിയസ്, ക്ലെമന്റ്, ഓറിഗണ്, തെർത്തുല്യന്, ഹിപ്പോലിറ്റസ്, യൂസേബിയസ് ഇവരെല്ലാം കൂടെ ഏകദേശം 36,289 കൊട്ടേഷൻസ് ബൈബിളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അവരുടെ എഴുത്തുകളിൽ ഇവരൊക്കെ നന്നായിട്ട് ഒരുപാട് എഴുതുന്ന ആൾക്കാരായിരുന്നു. ഇവരുടെ എഴുത്തുകളിൽ ബൈബിളിൽ നിന്നുള്ള 36,280 കൊട്ടേഷൻസ് ഉണ്ട്. എന്താ ഇതിനെ കാണിക്കുന്നേ? ആ കാലത്ത് ജീവിച്ചിരുന്ന ഇവരൊക്കെ തന്നെ ബൈബിളിൻ്റെ ആധികാരികതയിൽ വിശ്വസിച്ചിരുന്നു. ഇത് പിന്നീട് എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമല്ല. പിന്നീട് ആരെങ്കിലും ഇതിൽ വ്യത്യാസം വരുത്തിയിട്ടില്ല. കാരണം ഈ 36,000 കൊട്ടേഷൻസും ചേർത്ത് വെച്ചാൽ നമുക്ക് ഇന്നുള്ള ബൈബിളിലെ സകല കാര്യങ്ങളും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കും. മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റ് എന്നുള്ള ആ ഗ്രന്ഥത്തെക്കുറിച്ച് ഒരു പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: പാരഡൈസ് ലോസ്റ്റ് മുഴുവൻ നഷ്ടപ്പെട്ടാലും എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പാരഡൈസ് ലോസ്റ്റ് റീക്രിയേറ്റ് ചെയ്യുന്നു, പുനർനിർമ്മിക്കുമെന്ന്. പാരഡൈസ് ലോസ്റ്റ് എന്നേക്കുമായിട്ട് എല്ലാ കോപ്പികളും നശിപ്പിച്ചാലും എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാനത് പുനഃസൃഷ്ടി നടത്തും എന്ന് എനിക്ക് അത്രയ്ക്ക് ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കല്ലുകൾക്കും അല്ലേ, നമ്മുടെ പാറയുടെ പാളികൾക്കും ഗുഹകൾക്കുമൊക്കെ ഇങ്ങനെ പറയാനായിട്ട് സാധിക്കും. ബൈബിളും അതിൻ്റെ കയ്യെഴുത്ത് പ്രതികളും എല്ലാം നശിപ്പിച്ചാലും സഭാപിതാക്കന്മാരുടേതായ 36,289 കൊട്ടേഷൻസിൽ നിന്ന് തന്നെ ഈ ബൈബിള് പുനർനിർമ്മിക്കാൻ സാധിക്കും. അങ്ങനെ നിർമ്മിക്കുന്ന ബൈബിള് ഇന്നത്തെ ബൈബിൾ പോലെ തന്നെ ഇരിക്കും. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ കയ്യിലുള്ള ബൈബിള് തികച്ചും ആധികാരികമാണ്, അതുപോലെ തന്നെയാണ്, മൂലഭാഷയിലുള്ളതുപോലെ തന്നെയാണ്. മാത്രമല്ല വിശ്വസനീയവുമാണ്. ഇത്ര അത്ഭുതകരമായിട്ട്
ദൈവം സംരക്ഷിച്ച ഒരു ഗ്രന്ഥമാണിത്. മക്ഡവലിൻ്റെ ന്യൂ എവിഡൻസസ് ദാറ്റ് ഡിമാൻഡ്സ് വെർഡിക്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കണക്കാണ്. ഓക്കെ, തീർച്ചയായും ഈ ഉദ്ധരണികൾ വളരെ വിപുലമാണ്. പുതിയ നിയമത്തിൻ്റെ പാഠത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവിനുള്ള മറ്റെല്ലാ ഉറവിടങ്ങളും നശിപ്പിക്കപ്പെട്ടാൽ പ്രായോഗികമായി മുഴുവൻ പുതിയ നിയമത്തിൻ്റെയും പുനർനിർമ്മാണത്തിന് അവ മാത്രം മതിയാകും. ബ്രൂസ് മെറ്റ്സെഗർ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ദ ടെക്സ്റ്റ് ഓഫ് ദ ന്യൂ ടെസ്റ്റ്മെന്റ് പേജ് 86 അതിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഇത് മുഴുവൻ നഷ്ടപ്പെട്ടാലും ഈ സഭാപിതാക്കന്മാരുടെ എഴുത്തുകളിൽ നിന്ന് തന്നെ ബൈബിൾ പുനഃക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ബ്രൂസ് മെറ്റ്സിഗർ. ഓക്കെ, അതുപോലെ ഇനിയും വിശ്വാസികളല്ലാത്തവരെഴുതിയിട്ടുള്ള തെളിവുകളിലേക്ക് നോൺ ക്രിസ്ത്യൻ സോഴ്സസ്. കൊർണേലിയസ് ടാസിറ്റസ്, അദ്ദേഹം ഒരു ഗവർണറായിരുന്നു. AD 112 അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ പീലാത്തോസിൻ്റെ കയ്യാലാണ് യേശുക്രിസ്തു വധിക്കപ്പെട്ടതെന്നുള്ള തെളിവ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ലൂസിയന് ദ ന്യൂ കൾട്ട് ഓഫ് ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. രണ്ടാം സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന ആളാണ്. ലൂസിയൻ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ AD 100 ശേഷം ജീവിച്ചിരുന്ന മനുഷ്യനാണ്. അദ്ദേഹം ഒരു ഉന്നത ഗവൺമെൻറ് അതോറിറ്റി ആയിരുന്നു. ന്യൂ കൾട്ട് ഓഫ് ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്തീയ മത വിഭാഗം എന്നൊരു പുതിയ വിഭാഗം ഉണ്ട്. അനേകായിരങ്ങൾ യേശുക്രിസ്തുവിൽ ഈ 2-ാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ വിശ്വസിച്ചു. ഫ്ലേവിയസ് ജോസീഫസ് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പറയുന്നുണ്ട്. AD 66 എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. സ്യൂട്ടോനിയസ് AD 122 എഴുതിയ ആ ഗ്രന്ഥത്തിൽ ക്രൈസ്റ്റ് ദ റീസൺ ഫോർ ജൂസ് എക്സ്പെൽഷൻ ഫ്രം റോം, റോമ സാമ്രാജ്യത്തിൽ നിന്ന് യഹൂദന്മാരെ പുറത്ത് ആക്കിയതിൻ്റെ കാരണം യേശുക്രിസ്തു ആയിരുന്നു എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട്. പ്ലിനി ക്രിസ്ത്യൻസ് ബൗണ്ട് നോട്ട് ടു സിൻ, ഈ ക്രിസ്ത്യാനികൾ പാപം ചെയ്യാതെ ജീവിക്കാൻ ശ്രമിച്ചവരാണ്. ഇങ്ങനെ പറയുമ്പോൾ 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികളുടെ എന്തൊരു സാക്ഷ്യമാണെന്ന് നോക്കിക്കേ. അവരെ പീഡിപ്പിച്ചിരുന്നവനായ പീഡിപ്പിച്ചവരായിരുന്ന റോമാ സാമ്രാജ്യത്തിൻ്റെ ഒരു ഗവർണർ അവരെക്കുറിച്ച് പറയുക അവർ പാപം ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇന്ന് നമ്മളെക്കുറിച്ച് എന്ത് പറയും എന്നൊന്ന് പരിശോധിക്കാനും ഈ സമയം ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ ഈ പ്ലിനിയുടെ റിപ്പോർട്ടൊക്കെ കാണിക്കുന്നത് അന്ന് ക്രിസ്ത്യാനികൾ ധാരാളമായിട്ടുണ്ടായിരുന്നു എന്നും അവർ വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പൊ യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ സത്യസന്ധമായിട്ട് എഴുതിയിട്ട് അതനുസരിച്ച് ജീവിക്കാനായിട്ട് അവർ ശ്രമിച്ചിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിലാണെങ്കിൽ വിശുദ്ധിയെക്കുറിച്ചുള്ളത് ഒന്നും എഴുതത്തില്ല. നമുക്ക് ചില മതഗ്രന്ഥങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും എന്തൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. എന്താ കാരണം? അത് മനുഷ്യനിർമ്മിതമാണ്. അപ്പം മനുഷ്യന് സൗകര്യമായിട്ടുള്ളതാണ്. 4 ഭാര്യമാരാകാമെന്നോ അല്ലെങ്കിൽ എത്ര വേണമെങ്കിൽ വെപ്പാട്ടികളാകാമെന്നോ ഒക്കെ ഒരു ഗ്രന്ഥത്തിൽ എഴുതിയാൽ അതിൻ്റെ മനുഷ്യ എഴുത്ത് അല്ലെങ്കിൽ മനുഷ്യൻ അതിൻ്റെ പിന്നിൽ എഴുതാനുണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമാണ്. എന്നാൽ ഇവിടെ പ്ലിനി പറയുന്നത് ഈ ക്രിസ്ത്യാനികൾ വിശുദ്ധിയെക്കുറിച്ച് എഴുതി വെച്ച അവരുടെ ഗ്രന്ഥം അനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ചിരുന്നു. അതുപോലെ താലസ് AD 52 യേശുക്രിസ്തു മരിച്ചപ്പോഴുണ്ടായിരുന്ന ആ ഇരുട്ടിനെക്കുറിച്ച് ഒരു എക്ലിപ്സ് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്, അതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നുണ്ട്. അതുപോലെ ഫിലേഗോണും അത് തന്നെ പറയുന്നുണ്ട്, ഈ യേശുക്രിസ്തുവിൻ്റെ സമയത്തെ ആ ഇരുട്ടിനെക്കുറിച്ച്. മാരാബാർ സെറാപ്പിയോണ് എന്ന് പറയുന്ന AD 73 രേഖയിൽ യേശുക്രിസ്തുവിൻ്റെ മരണം അതുപോലെ മറ്റു ചിലരുടെ മരണമൊക്കെ ഉണ്ടാക്കിയ വലിയ പ്രശ്നങ്ങളെക്കുറിച്ച് ദുരന്തങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ സമയത്ത് ഭൂകമ്പം ഉണ്ടായി എന്നൊക്കെയുള്ള കാര്യം ഈ മാരാബാർ സെറാപ്പിയോൺ AD 73 എഴുതിയ ഈ രേഖയിൽ കാണുന്നുണ്ട്. അപ്പം വളരെ ശക്തമായിട്ടുള്ള എക്സ്ട്രാ ബിബ്ലിക്കൽ ആൻറ്റി ക്രിസ്ത്യൻ തെളിവുകൾ ബൈബിളിനുണ്ട്. നമ്മളിങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ഇത് എല്ലാം യേശുക്രിസ്തു ദൈവമായിരുന്നു, ഞങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുള്ള മട്ടിലൊന്നും അല്ല എഴുതിയിരിക്കുന്നത്. ചിലയിടത്തൊക്കെ അവർ വിമർശിച്ചെഴുതിയിരിക്കുന്നതാണ്. പക്ഷെ എന്തു തന്നെയായാലും ഒരു ചരിത്രകാരനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ചരിത്ര സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്നുള്ള തീരുമാനത്തിലേക്ക് വരാനുള്ള വളരെ വ്യക്തമായ തെളിവുകളാണ്, ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത തെളിവുകളാണ് ഈ തെളിവുകളൊക്കെ തന്നെ. ജോസീഫസ് പറഞ്ഞ കാര്യങ്ങളാണിത്. ഈ സമയത്ത് യേശു എന്ന് വിളിക്കപ്പെടുന്ന ഒരു ജ്ഞാനി ഉണ്ടായിരുന്നു. അവൻ്റെ പെരുമാറ്റം നല്ലതും അവൻ സൽഗുണമുള്ളവനുമായിരുന്നു. യഹൂദന്മാരിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നുമുള്ള അനേകം ആളുകൾ അവൻ്റെ ശിഷ്യന്മാരായി തീർന്നു. അവനെ ക്രൂശിക്കാനും മരിക്കാനും
പീലാത്തോസ് വിധിച്ചു. അവൻ്റെ ശിഷ്യന്മാരായി തീർന്നവർ അവൻ്റെ ശിഷ്യത്വം ഉപേക്ഷിച്ചില്ല. ക്രൂശിക്കപ്പെട്ട് 3 ദിവസത്തിന് ശേഷം അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടെന്നും അവൻ ഇരിപ്പുണ്ടെന്നും അവർ അറിയിച്ചു. അതനുസരിച്ച് പ്രവാചകന്മാർ അത്ഭുതങ്ങൾ വിവരിച്ചിട്ടുള്ള മശിഹ ആയിരിക്കാം അവൻ. ഒരു പക്ഷേ ഈ യേശുക്രിസ്തു മശിഹ തന്നെ ആയിരിക്കാം. അതിനെക്കുറിച്ച് അദ്ദേഹം ഉറപ്പ് പറയുന്നില്ല. പക്ഷേ ഇത്രയും എഴുതുക വഴി യേശുക്രിസ്തു ജീവിച്ചിരുന്നു, നന്മ ചെയ്തു, അത്ഭുതങ്ങൾ ചെയ്തു, ക്രൂശിക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, അവൻ്റെ അനുഗാമികൾ പിന്നെയും അവനെ പിന്തുടർന്നു. ഈ കാര്യങ്ങളൊക്കെ തെളിയുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ജോസീഫസ് ഇതൊന്നും വിശ്വസിച്ച് കാണത്തില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിൻ്റെ വില ഇതാണ്. ഒന്നാമതായിട്ട് ക്രിസ്തുവാണെന്ന് യേശുവിൻ്റെ അവകാശവാദത്തെ പരാമർശിക്കുന്നുണ്ട്. അവൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ സത്യമായി ആളുകൾ മനസ്സിലാക്കിയിരുന്നതായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇങ്ങനെ വിലയേറിയ ഈ ജോസീഫസ് ഒരു യഹൂദനായിരുന്നു, തികച്ചും ക്രിസ്തീയ വിരോധിയായിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ വളരെ വിലയേറിയ തെളിവുകൾ തരുന്നുണ്ട്. അതുപോലെ പീലാത്തോസിൻ്റെ ചരിത്രവും കുരിശിൻ്റെ സംഭവം സൂചിപ്പിക്കുന്നു. പീലാത്തോസ് ജീവിച്ചിരുന്നില്ല എന്ന് പലരും ഈ അടുത്ത കാലം വരെ പറഞ്ഞിരുന്നു. ഇപ്പം വേണ്ട തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ക്രൂശീകരണം എന്നൊരു കാര്യം ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന അനേകരുണ്ട്. എന്നാൽ ജോസീഫസ് തന്നെ ക്രൂശീകരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല മറ്റ് ചരിത്ര തെളിവുകളുമുണ്ട്. ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ വലിയ പ്രാധാന്യമാണ് ജോസീഫസിൻ്റെ തെളിവുകൾക്ക്. യേശു ഉയർത്തെഴുന്നേറ്റ് വന്ന അദ്ദേഹത്തിന് ശിഷ്യന്മാരുടെ അവകാശവാദം ജോസീഫസ് രേഖപ്പെടുത്തുന്നുണ്ട്. യേശുവിന് നിരവധി പരിവർത്തകർ ഉണ്ടായിരുന്നതിൻ്റെ രേഖയാണ്. അനേക അനുഗാമികൾ യേശുവിൽ വിശ്വസിച്ചവരുണ്ടായിരുന്നു എന്ന് തെളിയിക്കുക. അതുപോലെ പിന്നീട് യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനൊക്കെ ശേഷം ഒരു 2, 3, 4 നൂറ്റാണ്ടുകൾക്ക് ശേഷം എഴുതിയ ജൂയിഷ് താൽമുഡുകൾ ഉണ്ട്. അത് അവരുടെ പാരമ്പര്യ ഗ്രന്ഥങ്ങളാണ്. സാൻഹെഡ്രിൻ എന്ന് പറയുന്നത് താൽമുഡ് സാൻഹെഡ്രിൻ, അതിൻ്റെ 43A യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഭാഗമുണ്ട്. നമുക്ക് അതിലേക്ക് പോകാം. പെസഹ തലേന്ന് യഹോശുവ തൂക്കിലേറ്റപ്പെട്ടു. വധശിക്ഷ നടപ്പിലാക്കുന്നതിന് 40 ദിവസം മുമ്പ് ഒരു ദൂതൻ പുറത്തു വന്ന് നിലവിളിച്ചു. അവൻ മന്ത്രവാദം ചെയ്യുകയും ഇസ്രയേലിനെ വിശ്വാസത്യാഗത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്താൽ അവനെ കല്ലെറിയാൻ പോകുന്നു. അവൻ അനുകൂലമായി എന്തും പറയാൻ കഴിയുന്ന ഏതൊരാളും മുന്നോട്ട് വന്ന് അവന് വേണ്ടി വാദിക്കട്ടെ. എന്നാൽ അവൻ അനുകൂലമായി ഒന്നും മുന്നോട്ട് വരാത്തതിനാൽ പെസഹയുടെ തലേന്ന് അവനെ തൂക്കിലേറ്റി. യേശുക്രിസ്തു എന്നാണ് മരിച്ചത്. അതുപോലെ യേശുക്രിസ്തുവിന് മന്ത്രവാദമൊക്കെ ഉണ്ടായിരുന്നു എന്ന് യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് ആരോപിച്ചതായിട്ട് നമ്മൾ ബൈബിളിൽ തന്നെ വായിക്കുന്നുണ്ട്. അതൊക്കെ സത്യമായിരുന്നു എന്ന് ഈ താൽമുഡുകൾ പറയുന്നു. യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രപരത സ്ഥിരീകരിക്കുന്നു. ക്രൂശീകരണ രീതിയിലൂടെ അവൻ്റെ മരണം സ്ഥിരീകരിക്കുന്നു. വാസ്തവത്തിലെ യഹൂദന്മാരുടെ രീതി വധശിക്ഷയായിരുന്നു. യേശു അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്തുവെന്നും എന്നാൽ തൻ്റെ ശക്തി പിശാചിന് ചാർത്തിക്കൊടുത്തുവെന്നും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് മർക്കോസിൻ്റെ സുവിശേഷം 3:22 മത്തായി 9:34, 12:24 പറയുന്ന കാര്യമാണ്. അത് ഇവരുടെ ഗ്രന്ഥത്തിലും വരുന്നു എന്ന് പറയുന്നത് ബൈബിള് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് കാണിക്കുന്നു. യഹൂദ സമൂഹത്തിൽ നിന്ന് പരിവർത്തനം ചെയ്ത നിരവധി ആളുകളെ യേശു ശേഖരിച്ചു എന്ന് സൂചിപ്പിക്കുന്നു. അപ്പം ഈ സെക്കുലർ സോഴ്സുകളെല്ലാം കൂടെ നോക്കിയാൽ നോർമൻ ഗീസ്ലർ അദ്ദേഹത്തിൻ്റെ പവർ പോയിന്റ് ലെക്ചറിൽ 12 points that prove Christianity is true എന്ന ഒരു പവർ പോയിന്റിൽ പറഞ്ഞേക്കുന്ന പോയിന്റ്സ് ആണ് മതേതര ഈ എഴുത്തുകാരുടെ എല്ലാം കൂടെ സംഗ്രഹം. ഞാൻ അനേക സ്ലൈഡ്സ് ഒഴിവാക്കി, അതുകൊണ്ടാണ് ഈ 2-3 സ്ലൈഡ്സ് മാത്രം രേഖപ്പെടുത്തുന്നത്. വേറെയും ധാരാളം സ്ലൈഡ്സ് ഉണ്ട്. ഇദ്ദേഹം പറയുന്നത്, നോർമൻ ഗീസ്ലർ ഇതെല്ലാം കൂടെ ചേർത്ത് പറയുന്നത്, തിബറിയോസ് സീസറിൻ്റെ കാലത്താണ് യേശു ജീവിച്ചിരുന്നത്. അദ്ദേഹം സദാചാരമാണ്, അതിൻ്റെ പരമായ ജീവിതമാണ് നയിച്ചിരുന്നത്. ഒരു അത്ഭുത പ്രവർത്തകനായിരുന്നു. യാക്കോബ് എന്നൊരു സഹോദരൻ ഉണ്ടായിരുന്നു. അവൻ മശിഹയാണെന്ന് അവകാശപ്പെട്ടു. പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ അദ്ദേഹം ക്രൂശിക്കപ്പെട്ടു. അദ്ദേഹം മരിച്ചപ്പോൾ ഒരു ഗ്രഹണവും ഭൂകമ്പവും ഉണ്ടായി. യഹൂദരുടെ പെസഹയുടെ തലേന്ന് അദ്ദേഹം ക്രൂശിക്കപ്പെട്ടു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് അവൻ്റെ ശിഷ്യന്മാർ വിശ്വസിച്ചു. അവൻ്റെ ശിഷ്യന്മാർ അവരുടെ വിശ്വാസത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായിരുന്നു. ക്രിസ്തുമതം റോം വരെ അതിവേഗം വ്യാപിച്ചു. അവൻ്റെ ശിഷ്യന്മാർ റോമൻ ദൈവങ്ങളെ നിഷേധിക്കുകയും യേശുവിനെ ആരാധിക്കുകയും ചെയ്തു. ഇതുപോലെ അതിവിശേഷമായിട്ടുള്ള അനേക തെളിവുകളാണ് നമുക്ക് തരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ
ദൈവവചനത്തിൻ്റെ കൃത്യത, പ്രത്യേകിച്ച് ഒതൻറ്റിസിറ്റി തെളിയിക്കപ്പെടുക. ഫ്രെഡറിക് കെനിയോണ് അദ്ദേഹം അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ദ ബൈബിൾ ആൻഡ് ആർക്കിയോളജി പേജ് 288 പറയുന്നതാണ്: ഒറിജിനൽ രചനയുടെ തീയതികൾക്കും നിലവിലുള്ള തെളിവുകൾക്കും ഇടയിലുള്ള ഇടവേള യഥാർത്ഥത്തിൽ നിസ്സാരമാകത്തക്കവണ്ണം ചെറുതായിത്തീരുന്നു. എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഗ്യാപ്പേ ഉള്ളൂ ഒറിജിനലും കയ്യെഴുത്ത് പ്രതികളും തമ്മിൽ. കൂടാതെ തിരുവെഴുത്തുകൾ എഴുതപ്പെട്ടതുപോലെ തന്നെ അവ നമ്മിലേക്ക് ഗണ്യമായി ലഭിച്ചിട്ടുണ്ടോ എന്ന സംശയത്തിൻ്റെ അവസാന അടിത്തറ ഇപ്പോൾ നീക്കം ചെയ്തു. എന്ന് പറഞ്ഞാൽ ഈ ബൈബിള് ഒറിജിനൽ ആണോ നമുക്ക് കിട്ടിയിട്ടെന്നുള്ള ഒരു സംശയത്തിന് ഇനി സ്ഥാനമേ ഇല്ല. പുതിയ നിയമത്തിലെ പുസ്തകങ്ങളുടെ ആധികാരികതയും പൊതുവായ സമഗ്രതയും അന്തിമമായി സ്ഥാപിക്കപ്പെട്ടതായി കണക്കാക്കാം. കൃത്യത കൃത്യമായിട്ട് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. പുതിയ നിയമ പ്രമാണങ്ങൾ വിശ്വസനീയമായി വിവർത്തനം ചെയ്തിരിക്കുന്നു, പകർത്തിയിരിക്കുന്നു. അവ ആധികാരികമാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം റിലയബിലിറ്റി അല്ലെങ്കിൽ വിശ്വാസ്യതയ്ക്കും തെളിവ് തന്നെയാണ്. എന്നാൽ പ്രത്യേകമായിട്ടും ഇതുവരെ പറഞ്ഞ അതായത് ബിബ്ലിയോഗ്രഫിക്കൽ എവിഡൻസസും എക്സ്റ്റേണൽ എവിഡൻസസും അതിൻ്റെ ആധികാരികത തെളിയിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ബൈബിള് എഴുതിയതുപോലെ ഇന്ന് എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നു. ഈവൻ ഈ മലയാളം ബൈബിള് പോലും അത് കൃത്യമായിട്ട് എന്നിൽ കിട്ടത്തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ അനേക ദൈവമക്കൾ ചെയ്ത, എന്നാൽ ഇതിൻ്റെ ഒറിജിനൽ ഗ്രീക്ക് അല്ലെങ്കിൽ ഗ്രീക്കിലുള്ള ബൈബിൾ എന്ന് പറയുന്നത് 1-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട അതേ ഗ്രന്ഥം തന്നെയാണ് എന്ന് തെളിയിക്കാൻ ബുദ്ധിയുള്ള ഏത് മനുഷ്യനും കൃത്യമായും മനസ്സിലാകത്തക്ക വിധത്തിൽ ശക്തമാണ് തെളിവുകൾ. അപ്പം ആധികാരികതയാണ് ഇതുവരെയുള്ള ഈ തെളിവുകളിൽ കൂടുതലായിട്ടും എംഫസൈസ്. ആധികാരികത ഉള്ളത് കൊണ്ടാണ് വിശ്വാസ്യതയുള്ളത്. ആ അർത്ഥത്തിൽ ഇത് വിശ്വാസ്യതയുടെയും തെളിവ് തന്നെയാണ്. എന്നാൽ കുറെ കൂടെ ആധികാരികതയാണ് ഇതുവരെയുള്ള തെളിവുകൾ കാണിക്കുന്നത്. അതായത് മാനുസ്ക്രിപ്റ്റ്സ് എവിഡൻസിൽ, ബിബ്ലിയോഗ്രഫിക് ടെസ്റ്റിൽ കോപ്പികളുടെ എണ്ണം, അതുപോലെ കോപ്പികളും ഒറിജിനലും തമ്മിലുള്ള ഇടവേള, കൃത്യത, അതുപോലെ എക്സ്റ്റേണൽ എവിഡൻസസ്, ഇതെല്ലാം ബൈബിളിൻ്റെ 100% ആധികാരികതയെ തെളിയിക്കുന്നു. അന്ന് എഴുതിയ ഗ്രന്ഥം നമ്മുടെ കയ്യിൽ ദൈവം കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവർത്തനമാണ്. ഗോഡ്സ് സ്പോക്ക് ടിബറ്റിയൻ എന്ന് പറഞ്ഞ് മനോഹരമായ ഒരു ബുക്കുണ്ട്. അത് മലയാളത്തിലും കിട്ടും. ദൈവം ടിബറ്റിയൻ ഭാഷ സംസാരിച്ചെന്ന് പറഞ്ഞു. 10, 100, 120 രൂപയേ ഉള്ളൂ വില. അത് കിട്ടുകയാണെങ്കിൽ ഒന്ന് വായിച്ചു നോക്കണം. ടിബറ്റിയൻ ഭാഷയിൽ ദൈവം എങ്ങനെയാണ് തൻ്റെ വചനം സംസാരിച്ചെന്ന് അതിനകത്ത് പറയുന്നത്. ഞാൻ ഒരു ഭാഷയിലുള്ള ട്രാൻസ്ലേഷന് ഒറിജിനൽ പോലെ ആധികാരികമാണെന്ന് പറയുന്നില്ല, എന്നാലും ഒരു മനുഷ്യന് വിശ്വസിക്കത്തക്ക എല്ലാം അതിനകത്തുമുണ്ട്. കാരണം ഈ പുസ്തകത്തിന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ആരും പ്ലാൻ ചെയ്യാതെ സംഭവിച്ചിരിക്കുന്ന വിവിധ വിവരണങ്ങളുടെ ആ ചേർച്ച, അതുപോലെയുള്ള സങ്കേതങ്ങൾ ഈ ബൈബിളിൽ ഒളിച്ചിരിക്കുന്നത് കൊണ്ട് ഇതിൽ ട്രാൻസ്ലേഷൻസ് പോലും ഒരു വലിയ പരിധി വരെ വളരെ വളരെ ശ്രേഷ്ഠമാണ്. അപ്പോൾ ആ ഗോഡ് സ്പോക്ക് ടിബറ്റിനി പറയുന്നത് ടിബറ്റുകാർ വെളിയിലുള്ള രാജ്യക്കാരെ അങ്ങോട്ട് കയറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഒരു മിഷണറിക്ക് തോന്നി എങ്ങനെയും ഈ ടിബറ്റി കടന്നുകൂടി ബൈബിള് പരിഭാഷപ്പെടുത്തി ടിബറ്റുകാർക്ക് ബൈബിള് കൊടുക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഒരു രക്ഷയില്ല. അവസാനം പാലസിലെ കുട്ടിയെ ഇംഗ്ലീഷ് പഠിപ്പിക്കാമെന്നുള്ള വാഗ്ദാനമൊക്കെ കൊടുത്ത് അങ്ങനെ വീട്ടിൽ കയറി അവരുടെ ഭാഷയൊക്കെ പഠിച്ച് വർഷങ്ങളോളം അവിടെ താമസിച്ച് ഭാഷയൊക്കെ പഠിച്ച് അങ്ങനെ ഭാഷയുടെ പല ന്യൂയാൻസസ് ഉണ്ടല്ലോ, പല പ്രയോഗങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ പഠിച്ച് അദ്ദേഹം ബൈബിൾ വിവർത്തനം ആരംഭിച്ചു. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തെ തുടർന്ന് മറ്റു മിഷണറിമാർ അതിലൊക്കെ പ്രവർത്തിച്ചു. അങ്ങനെ ഏകദേശം 200 വർഷം എടുത്തു ദൈവത്തിന് ടിബറ്റിയൻ സംസാരിക്കാൻ. ദൈവത്തിനല്ല, അത് ചെയ്ത മനുഷ്യരിലൂടെ സംസാരിക്കാൻ. ഇതിനിടയ്ക്ക് ഭയങ്കര ഉദ്വേഗങ്ങളൊക്കെ ഉണ്ട്. ഈ അവസാനത്തെ കോപ്പി കൊണ്ടുപോകുന്ന കഥ തന്നെ വളരെ ഉദ്വേഗം നിറഞ്ഞതാണ്. ഈ അവസാനത്തെ കോപ്പി ഭംഗിയായിട്ട് അത് പ്രിന്റ് ചെയ്യാനായിട്ട് റെഡിയാക്കി. അന്ന് പ്രിന്റ് ചെയ്യുന്നത് ലാഹോറിലാണ് ബൈബിൾ സൊസൈറ്റിയുടെ കേന്ദ്രം. അങ്ങോട്ടേക്ക് കൊടുത്തു വിടണം. 1000കണക്കിന് കിലോമീറ്റർ ഉണ്ട്. അപ്പം കോവർ കഴുതപ്പുറത്ത് ഇത് കെട്ടി വളരെ നന്നായിട്ട് പാക്ക് ചെയ്ത് ഒരു വിധത്തിലും നനയാത്ത രീതിയിൽ പാക്ക് ചെയ്ത് കോവർ കഴുതയും ആളുകളെയും ചേർത്ത് വിട്ടു. ഇങ്ങനെ കോവർ കഴുത ഹിമാലയ സാനുക്കളിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് ഇടിവെട്ടി കോവർ കഴുതയും കൂടെ പോയിരുന്നവരും മരിച്ച് 1000കണക്കിന് അടി താഴ്ചയിലേക്ക് അവർ വീണുപോയി. ആരും അറിഞ്ഞില്ല. കാരണം അവിടെങ്ങും ജനവാസമുള്ള സ്ഥലങ്ങളല്ല.
പിന്നീട് ഏതാനും വർഷങ്ങൾക്ക് ശേഷം ചില ആട്ടിടയന്മാർ അതിലേ പോയപ്പോൾ അവർ ഈ കെട്ട് കണ്ടു. അതിൽ ബൈബിൾ സൊസൈറ്റിയുടെ അഡ്രസ്സൊക്കെ കണ്ടു. അപ്പം അന്ന് സായിപ്പന്മാർക്കൊരു ബഹുമാനമൊക്കെ കൊടുക്കുന്ന കാലമായതുകൊണ്ട് അവരതുകൊണ്ട് മാത്രമല്ല അവർക്ക് പ്രതിഫലം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അവരാരോ വഴി അത് ബൈബിൾ സൊസൈറ്റിയിൽ എത്തിച്ചു. അങ്ങനെയാണ് 200 വർഷം എടുത്ത് ദൈവം ടിബറ്റിയൻ ഭാഷ സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇതിലൊക്കെയുള്ള ഈ ബൈബിള് ദൈവം അതിശക്തമായ തൻ്റെ ശക്തി ഉപയോഗിച്ച് നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതാ. ഒറിജിനലെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് ആദ്യത്തെ ആ മൂലഭാഷയിലേതുപോലെ തന്നെ ഇന്നും ലഭിക്കത്തക്ക വിധത്തിൽ ഗ്രീക്കിൽ അത് നമുക്ക് നൽകിയിരിക്കുന്നു. മാത്രമല്ല വളരെ ഉപയോഗപൂർണമായ നിലയിൽ നമ്മുടെയൊക്കെ ഭാഷയിൽ ദൈവം മലയാളവും സംസാരിച്ചു. അതാണല്ലോ ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഈ സത്യവേദ പുസ്തകവും മറ്റ് ഭാഷാന്തരങ്ങളും ഒക്കെ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവം തൻ്റെ ശക്തി ഉപയോഗിച്ച് നമ്മളുടെ ഓരോരുത്തരുടെയിലും അടുത്തെത്തിക്കുന്ന ഒരു ലൈഫിനുള്ള മാനുവലാണ്. അല്ലെങ്കിൽ ഈ ലോകത്തിൽ ജനിച്ച് പാപങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുമെങ്കിലും പാപമോചനം നേടി എങ്ങനെ സ്വർഗസവിധയെ എത്തി ദൈവത്തിൻ്റെ അടുത്തുള്ള ആ ഇൻഫൈനൈറ്റ് അളവില്ലാത്ത ആനന്ദം ആസ്വദിക്കാൻ പറ്റും എന്നുള്ള ആ വിവരണ ഗ്രന്ഥം നമ്മുടെ കയ്യിലൊക്കെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ എത്രയോ പ്രാധാന്യം കൊടുത്ത് എത്രയോ ശ്രദ്ധയോടുകൂടെ വായിക്കുകയും പാനം ചെയ്യുകയും ഇതിലെ കാര്യങ്ങൾ അനുസരിക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ ബൈബിളിന് നമ്മുടെ ജീവിതത്തിൽ വേണ്ട പ്രാധാന്യമുണ്ടോ, അതിന് കൊടുക്കേണ്ടത്ര സമയം കൊടുക്കുന്നുണ്ടോ, അതിലെ കാര്യങ്ങൾ അനുസരിക്കാൻ നമ്മൾ അതിൻ്റേതായ ഉത്തരവാദിത്വ ബോധം കാണിക്കുന്നുണ്ടോ, നമ്മളെ തന്നെ പരിശോധിക്കാനായിട്ട് ഇടയാകട്ടെ. അപ്പം വിവർത്തനം പകർത്തൽ കൃത്യമാണെന്ന് കരുതിയാലും അടുത്തതിലേക്ക് നമ്മൾ പോവുക. ഇന്റേണൽ എവിഡൻസ്. വിവർത്തനം പകർത്തൽ കൃത്യമാണെന്ന് കരുതിയാലും എഴുത്തുകാർ കഥയുണ്ടാക്കിയിട്ടില്ലെന്ന് എങ്ങനെ അറിയാം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭ്രാന്തൻ എഴുതിയ ജൽപ്പനങ്ങളാണെന്ന് വെച്ചോ, അത് ഒതന്റിക്കായിട്ട് 100% പ്യൂറായിട്ട് കിട്ടിയാൽ വല്ല കാര്യമുണ്ടോ? അപ്പം അങ്ങനെയാണെങ്കിൽ വിവർത്തനവും പകർത്തലും ഒക്കെ കൃത്യമാണ്, ഇത് ഓതന്റിക്കാണ്, ഇത് സ്വീകാര്യമാണ്, ഇങ്ങനൊക്കെ പറഞ്ഞാലും അതുകൊണ്ട് ഇത് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണോ? ഇത് നമുക്ക് സമ്പൂർണമായിട്ട് റിലയബിൾ ആണോ? ആശ്രയിക്കാൻ പറ്റിയതാണോ? ഇനി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ സംഭവിക്കുമോ? യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ഉടൻ പാപങ്ങൾ മോചിക്കപ്പെടുമോ? 2000 വർഷം മുമ്പ് ആരോ മരിച്ചു, എനിക്കിന്ന് പാപമോചനം കിട്ടുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ അതുപോലെ സംഭവിക്കണമെങ്കിൽ സർവശക്തനായ ദൈവം തന്ന ഗ്രന്ഥമായാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളിൽ ഇതിൻ്റെ ഇന്റേണൽ എവിഡൻസിലേക്ക് നമ്മൾ പോകുമ്പോൾ കുറച്ചുകൂടെ റിലയബിലിറ്റിക്ക് കൂടുതൽ പ്രാധാന്യം. നേരത്തെ പറഞ്ഞ കാര്യങ്ങളും റിലയബിലിറ്റി തെളിയിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ കുറെ കൂടെ റിലയബിലിറ്റി അല്ലെങ്കിൽ ആന്തരിക തെളിവുകളുടെ ടെസ്റ്റ്, ഇത് എത്ര വിശ്വാസയോഗ്യമാണ്, അല്ലെങ്കിൽ ഇത് നമുക്ക് എത്ര ആശ്രയിക്കാൻ കൊള്ളാവുന്നതാണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഉറപ്പ് തരും. അപ്പോൾ എന്താ ആന്തരിക ടെസ്റ്റ് എന്ന് പറയുന്നത്? എഴുതിയ രേഖ വിശ്വസനീയമാണോ? ആണെങ്കിൽ എത്രത്തോളം അത് ഈ പറഞ്ഞിരിക്കുന്ന അതുപോലെ തന്നെയാണോ? അതോ കെട്ടുകഥകളൊക്കെ, അല്ലെങ്കിൽ ചിലരൊക്കെ പറയും ഇന്ന സംസ്കാരത്തിൽ നിന്ന് അന്ന സംസ്കാരത്തിൽ നിന്നൊക്കെ കോപ്പി ചെയ്താണെന്നൊക്കെ പലരും പറഞ്ഞ് ബൈബിളിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെയാണോ? അതോ ഈ ബൈബിള് സമ്പൂർണമായും റിലേ ചെയ്യാൻ പറ്റിയത്, റിലയബിൾ ആണോ, ആശ്രയിക്കത്തക്കതാണോ? ആർ ദ ഓതേഴ്സ് ടെല്ലിംഗ് ദ ട്രൂത്ത്? എഴുത്തുകാർ പറയുന്നത് സത്യമാണോ? ഇത് ദൈവം അവർക്ക് പറഞ്ഞു കൊടുത്തതാണോ? ഇതാണ് നമ്മൾ ഇന്റേണൽ എവിഡൻസിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം മാപ്സ്, ഈ പടം ഒന്ന് മനസ്സിൽ ഓർത്താൽ എളുപ്പമായിരിക്കും. ബിബ്ലിയോഗ്രഫിക്കൽ ടെസ്റ്റ്, എക്സ്റ്റേണൽ എവിഡൻസ് ടെസ്റ്റ്, ഇന്റേണൽ എവിഡൻസ് ടെസ്റ്റ്. ബിബ്ലിയോഗ്രഫിക്കൽ ടെസ്റ്റ് മൂന്ന് കാര്യങ്ങൾ: നമ്പർ ഓഫ് കോപ്പീസ്, ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ഒറിജിനൽ ആൻഡ് കോപ്പീസ്, ഡിഗ്രി ഓഫ് ആക്യുറസി. എക്സ്റ്റേണൽ എവിഡൻസിൽ നമ്മൾ 2 ടെസ്റ്റുകളാകേണ്ടത്: ക്രിസ്തീയ എഴുത്തുകാർ ബൈബിളിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതും അതുപോലെ അക്രൈസ്തവ എഴുത്തുകാർ പറഞ്ഞിട്ടുള്ളതും. ഇത് രണ്ടുമാണ് നമ്മൾ അതിലൂടെ തെളിയിക്കാനായിട്ട് ശ്രമിച്ചത്. ഇനി നമ്മൾ ഈ മാനുസ്ക്രിപ്റ്റ് എവിഡൻസിലെ അവസാനത്തെ ഇതിലേക്ക് വരികയാണ്. അതായത് ഇന്റേണൽ എവിഡൻസസ്. ഇന്റേണൽ എവിഡൻസിലും നമുക്ക് പല കാര്യങ്ങൾ, 4 കാര്യങ്ങൾ പരിശോധിക്കാൻ കഴിയും. ഒന്ന്, ഇതിനകത്തുള്ള സാക്ഷികൾ എത്ര പേരുണ്ട്. നമ്മൾ ഒരു കോടതിയിൽ അന്നേ തന്നെ ഒരു സംഭവത്തെക്കുറിച്ച് ഒരു സാക്ഷിയേ ഉള്ളെങ്കിൽ കോടതി വളരെ ശ്രദ്ധയോടെ അത് പരിശോധിച്ച് വളരെ എഫർട്ട് എടുത്ത് പരിശോധിച്ചേ അത് അംഗീകരിക്കത്തുള്ളൂ. അപ്പം എത്ര സാക്ഷികളുണ്ട്. 2,
ഈ സാക്ഷികൾ തമ്മിൽ കോൺട്രഡിക്ഷൻ ഉണ്ടോ, പരസ്പര വൈരുദ്ധ്യമുണ്ടോ? ഒരു കോടതിയിൽ രണ്ട് സാക്ഷികൾ തമ്മിൽ പറയുന്നതിന് വൈരുദ്ധ്യമുണ്ടെങ്കിൽ ഒരെണ്ണം തീർച്ചയായിട്ടും തള്ളിക്കളയും, ചിലപ്പം രണ്ടും തള്ളിക്കളഞ്ഞെന്ന് വരും. അപ്പം കോൺട്രഡിക്ഷൻ വളരെ പ്രധാനമാണ്. അതേസമയത്ത് രണ്ട് സാക്ഷികൾ തമ്മിൽ പറയുന്ന കാര്യങ്ങൾ തമ്മിൽ 100% ചേർച്ച വന്നു കഴിഞ്ഞാൽ കോടതി അവിശ്വസിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പം പരസ്പര ചേർച്ച. 3, ഈ എഴുതിയവരുടെ സത്യസന്ധത. ഇവരെത്ര സത്യസന്ധതയുള്ളവരാണ്? ഇവരെഴുതിയ കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇവന്മാര് പറഞ്ഞത് സത്യമായിരിക്കുമോ? 4, ഇവർക്ക് മുൻവിധികൾ എന്തെങ്കിലും ഉണ്ടായിരുന്നുവോ? നമുക്കറിയാം, വേലുപ്പിള്ള പ്രഭാകരൻ്റെ പിൻഗാമികളൊക്കെ അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ എടുത്ത് അതിൽ പലരും മരിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അവര് ഒരു വലിയ പ്രഭാകരൻ്റെ വലിയ രാജ്യം വരുമെന്നും അതിൽ വലിയ സ്ഥാനം കിട്ടുമെന്നും മാത്രമല്ല കാട്ടിലായിരിക്കുമ്പം തന്നെ നല്ല കാട്ടിറച്ചിയൊക്കെ അടിച്ച് സുഭിക്ഷമായി ജീവിക്കാൻ വേണ്ടിയാണ് അതിൽ ചേർന്നത്. എന്നാൽ ഈ എഴുതിയവര്, ഈ വിറ്റ്നസ്സസ്, ഇവര് സത്യസന്ധരായിരുന്നോ? ഇവർക്ക് വല്ല മുൻവിധികൾ ഉണ്ടായിരുന്നുവോ? പ്രജുഡിസസ്. ഇങ്ങനെ തന്നെ പറയണം, ഇതാണ് നമ്മുടെ മതം. ഇന്ന് പലരും മതത്തിന് വേണ്ടി ഒരുപാട് അതരസേവ ചെയ്യുന്ന നമ്മൾ കാണുന്നുണ്ട്. ചില പാർട്ടികളൊക്കെ അന്നേൽ വോട്ട് പിടിക്കാൻ മതത്തെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇവർക്ക് എന്ത് കിട്ടുമെന്ന് കരുതിയിട്ടാണ് ഇവർ ഈ പണി ചെയ്തത്? നമ്മൾ ചരിത്രം നോക്കിയാൽ 12 ശിഷ്യന്മാരിൽ 11 പേരും വധിക്കപ്പെടുവാനായിട്ട് ഗ്രന്ഥം എഴുതുന്നവരാരെങ്കിലും ഉണ്ടോ? അവർക്ക് അന്നേ അറിയാം വധിക്കപ്പെടുമെന്ന്. ആ കാലത്ത് യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നത് ഒരു ഡെത്ത് സെന്റൻസിന് തുല്യമാണ്. അതറിഞ്ഞുകൊണ്ട് സത്യം എഴുതിയിട്ട് മരിക്കുക. ഇവര് ട്രൂത്ത്ഫുൾ ആയിരുന്നുവോ? അല്ലാതിരിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പം ഈ ബൈബിള് രേഖപ്പെടുത്തിയവരുടെ വിശകലനം നടത്തിയാൽ അത് വലിയൊരു ഇന്റേണൽ എവിഡൻസ് ആണ്. ഈ ബൈബിള് വിശ്വസനീയമാണ്. ഇത് സമ്പൂർണമായിട്ടും നമുക്ക് ആശ്രയിക്കത്തക്കതാണ്. ഇതിലൊരു കോൺട്രഡിക്ഷനുമില്ല. നമ്മൾ നേരത്തെ കണ്ട അൺഡിസൈൻഡ് കോയിൻസിഡൻസ് എന്ന് പറഞ്ഞ കാര്യവും വാസ്തവത്തിൽ ഇതിലും ഉൾപ്പെടുത്താവുന്ന കാര്യം തന്നെയാണ്. ഇതെല്ലാം ഈ ബൈബിള് ദൈവിക വചനമാണ് എന്ന് തെളിയിക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക. ഈ വചനത്തെ സ്നേഹിക്കാൻ, ഈ വചനത്തിൽ പറഞ്ഞത് ധ്യാനിക്കാനായിട്ട്, അത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ വലിയ കുറ്റക്കാരാണ്. ദൈവം ഇത്ര മനോഹരമായ വചനം, ഏതൊരു മനുഷ്യനും വിശ്വസിക്കത്തക്കതായ ഈ വചനം എൻ്റെയും നിങ്ങളുടെയും കയ്യിൽ എത്തിച്ചിരിക്കുന്നു എങ്കിൽ നമ്മൾ തന്നെ നമ്മളെ കുറിച്ചൊന്ന് പരിശോധിക്കുക. ഈ വചനത്തിന് വേണ്ടി മരിച്ച അനേകരുണ്ട്. ഈ ടിൻഡെയിലിനെ തന്നെ സ്റ്റേക്കിൽ കെട്ടിയിട്ട് തീ കൊടുത്ത് കൊല്ലുകാർ, ബൈബിള് കോപ്പി ചെയ്തു എന്നുള്ള കുറ്റത്തിന് പേരിൽ ഇങ്ങനെ അനേകരുണ്ട്. ജോൺ ഹസ്, ഇങ്ങനെ അനേകരുണ്ട് ഈ ബൈബിളിന് വേണ്ടി മരിച്ചവർ. നമ്മൾ ലാഘവമായിട്ട് എടുക്കുമ്പോൾ ഒന്നാമതായിട്ട് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുന്നു. രണ്ടാമതായിട്ട് ദൈവം ഇത്ര അത്ഭുതകരമായിട്ട് നമ്മുടെ കയ്യിലെത്തിച്ച ഈ വചനത്തെ നിരാകരിക്കുന്നു. മൂന്നാമതായിട്ട് ഇതിനുവേണ്ടി ജീവൻ കൊടുത്ത അനേകരുടെ രക്തത്തെ നമ്മൾ തുച്ഛീകരിക്കുകയാണ്. നാലാമതായിട്ട് നമുക്കും വലിയ നഷ്ടം വരികയാണ്. അതുകൊണ്ട് ഈ വചനത്തെ നമുക്ക് തീർത്തും ഒതന്റിക്കായിട്ടും റിലയബിളായിട്ടും ആധികാരികമായിട്ടും വിശ്വാസ്യതയുള്ളതായിട്ടും കണ്ട് നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കാനായിട്ട് ഇടവരട്ടെ. ദൈവം നമ്മളെ സഹായിക്കട്ടെ.